ഹായ് ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിന്റെ ബാക്കി നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ചു നിർത്തി എന്തായിരുന്നു, ഒരു ഗ്രാഫ് വരച്ച് നിർത്തുകയാണ് ചെയ്തത് അല്ലേ. അതായത് റെഗുലേറ്റേഴ്സ്, കൺഫോമേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പാർഷ്യൽ കൺഫോം തുടങ്ങി പഠിച്ചത്. ഇനി അതുമായി ബന്ധപ്പെട്ട് പറയാൻ പോകുന്ന കാര്യം, ഒരു ജന്തുവിന്റെ ശരീരം അതിന്റെ സർഫസ് ഏരിയ കൂടുകയാണെങ്കിൽ അതനുസരിച്ച് അതിന് കൂടുതൽ എനർജി ചെലവാക്കേണ്ടി വരും, ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അതിങ്ങനെയാണ് പറയുന്നത്. ജീവജാലങ്ങൾ അത് റെഗുലേറ്റേഴ്സ് ഉണ്ട്, കൺഫേമേഴ്സ് ഉണ്ട്. ഇപ്പോ വെളുപ്പങ്ങൾ തണുപ്പടിക്കുമ്പോൾ നിങ്ങൾ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്നത് എന്തിനാണ്? നിങ്ങൾ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുമ്പോൾ അന്തരീക്ഷവുമായി കോണ്ടാക്ട് വരുന്ന ബോഡി സർഫസ് കുറയും. അപ്പോൾ നിങ്ങൾ ശരീരത്തിൽ പുറത്തേക്ക് നഷ്ടപ്പെടുന്ന ചൂടിന്റെ അളവ് കുറയും. കാരണം ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ 38 ഡിഗ്രി സെന്റിഗ്രേഡാണ്, അന്തരീക്ഷം തണുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ചൂട് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ശരീരം കൂടി തണുക്കും. ശരിയല്ലേ? പുറത്ത് ചൂട് കൂടുതലാണെങ്കിൽ ചൂട് ഉള്ളിലേക്ക് പ്രവേശിക്കും, അപ്പോൾ ശരീരം കൂടെ ചൂടാവും. അപ്പോൾ ഇത് രണ്ടും തടയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ശരീരം ചെയ്യുന്ന മെത്തേഡാണ് ചൂട് കൂടുകയാണെങ്കിൽ വിയർക്കുക, ചൂട് കുറയുകയാണെങ്കിൽ വിറയ്ക്കുക. അപ്പോൾ വെളുപ്പക്കാലത്ത് തണുപ്പടിക്കുമ്പോൾ നിങ്ങൾ ചുരുണ്ടുകൂടി കിടക്കുന്നത്, പുതപ്പൊന്നുമില്ലാതെ കിടക്കുകയാണ്, ചുരുണ്ടുകൂടി കിടക്കുന്നതിനകത്ത് യു ഹാവ് ടു റെഡ്യൂസ് ദ ബോഡി സർഫസ് മാക്സിമം ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദ ലോസ് ഓഫ് ടെമ്പറേച്ചർ. ബോഡി സർഫസ് കൂടിയിരുന്നു കഴിഞ്ഞാൽ, ബോഡി സർഫസിന്റെ ഏരിയ കൂടിയിരുന്നു കഴിഞ്ഞാൽ അന്തരീക്ഷമായി കോണ്ടാക്ട് വരുന്ന ഏരിയ കൂടും. അപ്പൊ അതാണ് നിങ്ങൾ അത് ചെയ്തത്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഈ ബോഡി സർഫസിന്റെ വോളിയം അല്ലെങ്കിൽ ബോഡി സർഫസിന്റെ ഏരിയ വലിയ ജന്തുവിൽ കൂടുതലാണ്, ചെറിയ ജന്തുവിൽ കുറവാണ് എന്ന് നമ്മൾ പറയും അല്ലെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എലി, ഒരു ആന, ഇത് ആർക്കാണ് ബോഡി സർഫസ് കൂടുതൽ? ആനയ്ക്കാണ്, സംശയമില്ല അല്ലേ. പക്ഷെ നിങ്ങൾ കമ്പയർ നോക്കൂ. വെൻ കമ്പയറിംഗ് ദ ബോഡി വോളിയം, ദ ബോഡി സർഫസ് ഈസ് മോർ ഇൻ എ സ്മാൾ ഓർഗനിസം. വെൻ കമ്പയറിംഗ് ദ ബോഡി വോളിയം, ദ ബോഡി സർഫസ് ഏരിയ ഓഫ് ദ ബോഡി ഈസ് മോർ ഇൻ സ്മാൾ ഓർഗനിസം. ഇപ്പോ ഈ ഏത് ജന്തുവാണെങ്കിലും കൈയും കാലും എല്ലാം നിർബന്ധമാണ്. ചെവി, തല, ശരീരം, വാല് എല്ലാം നിർബന്ധമാണ് അല്ലേ. ഒരു ജന്തുവിനെ കുറിച്ച് പറയാം മിനിമം. അപ്പൊ എലിക്കും ഇതെല്ലാം ഉണ്ട്, ആനയ്ക്കും ഇതെല്ലാം ഉണ്ട്. എലിയുടെ ബോഡി വോളിയത്തിന്റെ ഓടും അതിന്റെ ബോഡി സർഫസുമായിട്ട് കമ്പയർ കഴിഞ്ഞാൽ ആനയുടെ ബോഡി വോളിയത്തേക്കാൾ ബോഡി വോളിയം സർഫസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്നാൽ എലിക്കാണ് ബോഡി സർഫസ് കൂടുതൽ. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നതല്ലേ. ഞാൻ അതിന്റെ വോളിയം പറയുമ്പോൾ ഈ എലിയുടെ ഈ ശരീരത്തിന്റെ ഈ ഒരു വെയിറ്റിങ് ഞാൻ ചതുരത്തിലാക്കി വെച്ചു, ബോഡി വോളിയം. അപ്പോൾ അത് ഞാൻ പറയുന്നു ഒരു 10 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വെച്ചു. ഓക്കെ, ഇതിന്റെ സർഫസ് ഏരിയ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 50 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് വെച്ചു. സർഫസ് ഏരിയ ഇങ്ങനെ ആക്കിയ ശേഷം നോക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന്റെ മൊത്തത്തിൽ സർഫസ് ഏരിയ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, ഇതേപോലെ ആനയെ ഞാൻ ഇങ്ങനെ ചതുരത്തിലാക്കുവാണെങ്കിൽ അപ്പൊ ബോഡി വോളിയം കിട്ടുമല്ലോ. ഓക്കെ, ഇത് ഇങ്ങനെ ചതുരാക്കി കഴിഞ്ഞാൽ എനിക്ക് 2 മീറ്റർ സ്ക്വയർ കിട്ടി എന്ന് ചെയ്യുള്ളൂ. പക്ഷെ അതിന്റെ സർഫസ് ഏരിയ കണക്കാക്കുമ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ സർഫസ് ഏരിയ എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനേക്കാൾ കുറവായിരിക്കും, ഈ ഒരു റേഷ്യോക്കാൾ കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനൊരു 100 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കണക്കാക്കി എടുത്താൽ, അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ റേഷ്യോ എടുക്കൂ, എത്ര വരും? 10:50. ഇവിടുത്തെ 2 മീറ്റർ പറഞ്ഞാൽ 200 അല്ലേ, 200:100 വരുന്നു അല്ലേ. ഒരു 1:5 ആണ്, 2:1 ആണ്. അങ്ങനെ അതാണ് റേഷ്യോ എടുക്കും. 1:5 ആണ്, പക്ഷെ 2:1 ആണ്. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ ഇതൊന്നും കുറയ്ക്കുകയാണെങ്കിലോ ഇത് 1:0.5 വരത്തുള്ളൂ. ഇത് അടുത്ത ഘട്ടത്തിലേക്ക് കുറയ്ക്കുകയാണെങ്കിൽ 1:0.5. നോക്കി 1:5 ഒരൈഡിയക്ക്. അപ്പൊ ഞാൻ പറഞ്ഞത് എത്രയേ ഉള്ളൂ, ചെറിയ ജന്തുക്കൾക്ക് അതിന്റെ ബോഡി സർഫസ് ബോഡി വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും, എന്നാൽ വലിയ ജന്തുക്കൾക്ക് അതിന്റെ ബോഡി വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോഡി സർഫസ് കുറവായിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ആർക്കാണ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൂടുതൽ എനർജി പുറത്തേക്ക് വേണ്ടി വരുന്നത്? ഇവർക്കാണ്. കാരണം ഇവർക്ക് കിട്ടുന്ന ഫുഡിന്റെ വലിയ പങ്കും ബോഡി സർഫസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെലവാക്കേണ്ടത്, ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെലവാക്കേണ്ടത്. എന്താ അറിയാം, ഇപ്പൊ തണുപ്പാണ് പുറത്ത് കൂടുതലെങ്കിൽ
നിങ്ങളുടെ ശരീരത്തിൽ ചൂട് നഷ്ടപ്പെടും. അപ്പോൾ അതനുസരിച്ച് കൂടുതൽ ചൂട് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടി വരും അല്ലേ. അതുകൊണ്ടാണ് നിങ്ങൾ പിന്നെ വിയർക്കുകയൊക്കെ ചെയ്യുകയും പിന്നെ തണുപ്പുള്ള സമയത്ത് ദഹനം കൂടും. ദഹനം എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്. അപ്പം തണുപ്പുള്ള സമയത്ത് ദഹനം കൂടുന്നത് എന്തുകൊണ്ടാണ്? വിശപ്പ് കൂടുന്നത് എന്തുകൊണ്ടാണ്? കൂടുതൽ ഫുഡ് ദഹിപ്പിക്കുക വഴി കൂടുതൽ ചൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോഡി ചെയ്യുന്ന വിദ്യയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മെറ്റബോളിസം വഴി ഉണ്ടാകുന്ന ചൂട് അല്ലെങ്കിൽ മെറ്റബോളിസം വഴി മെറ്റബോളിസം റേറ്റ് കൂട്ടിക്കൊണ്ട് ഈ ജന്തുവിന് കൂടുതൽ എനർജി ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെലവാക്കേണ്ടി വരും. പക്ഷെ ഈ ജന്തു അത്ര വേണ്ടി വരത്തില്ല, ഒരേ എൻവയോൺമെന്റിൽ കിടക്കണം. കാരണം ഇതിന്റെ ബോഡി സർഫസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബോഡി മുകളിൽ കമ്പയർ കുറവാണ്. ഓക്കെ, അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത്ര ജന്തു ഒരു 100 യൂണിറ്റ് എനർജി കിട്ടി, പക്ഷേ അതിന് 150 യൂണിറ്റ് എനർജി എങ്ങനെ ചെലവാക്കേണ്ടി വരും ഇതിന് വേണ്ടിയിട്ട് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. 100 യൂണിറ്റ് എനർജി ഭക്ഷണത്തിലൂടെ ഉണ്ടാക്കുന്ന ഒരു ജന്തു 150 യൂണിറ്റ് എനർജി ബോഡി ടെമ്പറേച്ചറിന് വേണ്ടി ചെലവാക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ 100 രൂപ വരുമാനമുള്ളൂ 150 രൂപ ചെലവാക്കുന്ന പോലെ ആവത്തില്ലേ? അവൻ നിലനിൽപ്പുണ്ടാവും, കടം കയറി കൂടിയതില്ലേ? അതേപോലെ ഇത്തരം ജന്തുക്കൾക്ക് തണുപ്പുള്ള സാധനം ജീവിക്കാൻ എത്താതെ വരും. 100 യൂണിറ്റ് ഫുഡ് കിട്ടുന്ന ജന്തു 150 യൂണിറ്റ് ഫുഡ് പിന്നീട് എനർജി ഉണ്ടാക്കി എനർജിക്ക് വേണ്ടി ചെലവാക്കി ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കുമ്പോൾ നിലനിർത്താൻ നടക്കത്തില്ല, ബോഡി വെക്കാൻ നടക്കത്തില്ല. അതിന്റെ അർത്ഥത്തിലേ ഉള്ളൂ സ്മാൾ ഓർഗാനിസംസ് എപ്പോഴും അവിടെ ജീവിക്കാനാകത്തില്ല, തണുപ്പുള്ള ഏരിയയിൽ ജീവിക്കാനാകത്തില്ല. അതാണ് പറഞ്ഞത്. സോ സ്മാൾ ഓർഗാനിസംസ് ആർ റെയർ അറ്റ് കോൾഡർ ഏരിയ. അതാണ് പറഞ്ഞു. Small organisms are rare at colder area. Why? Because when comparing the body volume, the body surface of small organism is greater than larger organism. So they have to utilize more energy for maintaining the body temperature than they acquiring by food. So since they have to use more energy for by metabolism for making body temperature constant, they cannot survive. 100 രൂപ വരുമാനമുള്ള 150 രൂപ ചെലവാക്കി ജീവിക്കുകയാണെങ്കിൽ പല കഴിയുമ്പോൾ കടം കയറി മുടിഞ്ഞു. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. വെരി കേട്ടോളൂ. എന്താ പറയുന്നത്? വെരി സ്മാൾ എലിമെന്റ്സ് ഹാവ് മോർ ബോഡി സർഫസ് റിലേറ്റഡ് ടു ബോഡി വോളിയം. സോ മോർ ഹീറ്റ് ലോസ് ബൈ സർഫസ് കോണ്ടാക്ട് ആൻഡ് ദേ വിൽ ഹാവ് ടു സ്പെൻഡ് മോർ എനർജി ടു മേക്ക് ഹീറ്റ് ബൈ raising metabolism. They have to make more heat by raising metabolism. So in polar area, small organisms are rare. ഈ ഒരു വരി മനസ്സിലാക്കാൻ ഇത്രയും പറഞ്ഞു. ഇൻ പോളാർ ഏരിയ, നിങ്ങൾ പോളാർ ഏരിയ പോയ അന്റാർട്ടിക്കലോ ആർട്ടിക്കലോ എന്ന് കഴിഞ്ഞാൽ ഒച്ച്, വണ്ട്, ചെറിയ പുഴുക്കൾ, തവളകൾ ഇന്ന് കാണാനൊക്കത്തില്ല. കാണാൻ വില വളരെ ചെറുതാണ്. പക്ഷെ ആ ഒരു ജന്തുവിന് പോലും അതിന്റെ ബോഡി സർഫസിന്റെ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫുഡിനേക്കാൾ കൂടുതൽ എന്ന് ചെലവാക്കേണ്ടി വരും. അത് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വലിയ ജന്തുക്കളൊക്കെ കാണുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കും വൈ സ്മാൾ ഓർഗാനിസംസ് ആർ റെയർ ഇൻ പോളാർ ഏരിയ. ഉത്തരത്തിലേ ഉള്ളൂ. സ്മാൾ ഓർഗാനിസംസ് ആർ മോർ ബോഡി സർഫസ് when comparing to body volume than larger animals. They have to spend more energy to maintain body temperature by metabolism, so they cannot survive. ഇനി ഒരു പോയിന്റ്, അടുത്ത പോയിന്റ് വരാം. ഡ്യൂറിംഗ് എവല്യൂഷൻ some organisms existed as regulators. എവല്യൂഷന്റെ കാലഘട്ടത്തിൽ ആദ്യമൊക്കെ ജന്തുക്കൾ റെഗുലേറ്റേഴ്സ് ആക്കി നിലനിൽക്കാൻ ശ്രമിച്ചു. റെഗുലേറ്റർ ആക്കുമ്പോൾ എന്താ പ്രത്യേകത? കൂടുതൽ എനർജി ചെലവാക്കേണ്ടി വരും മനുഷ്യരെ പോലെ. അപ്പൊ എന്തായി തീരുന്നതാണ് ഈസി? കൺഫേമർ ആവുന്നത് ഈസി. കാര്യം എന്താ? കൺഫേമർ ആയി കഴിഞ്ഞാൽ അന്തരീക്ഷ ഉഷ്ണം കൂടിയാൽ കൂട്ടാം, കുറഞ്ഞു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഡ്യൂറിംഗ് എവല്യൂഷൻ മെനി ഓർഗാനിസംസ് ബിക്കം റെഗുലേറ്റേഴ്സ് ബട്ട് ലേറ്റർ ദേ ബിക്കം കൺഫേമേഴ്സ്. അത് ഓർത്തോളൂ. ഇനി അടുത്ത പോയിന്റ് കേട്ടോളൂ. ഇറ്റ് സ്ട്രെസ്നസ് ഹീറ്റ് ഓർ കോൾഡ് ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ഓർഗാനിസം ഫൗണ്ട് their own remedies. അപ്പോൾ ഈ സ്ട്രെസ്നസ് കോൾഡ് ഓർ ഹീറ്റ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് കണ്ടീഷൻ അല്ല. ഇപ്പം കേരളത്തിൽ തന്നെ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ ചൂടുള്ളൂ അല്ലേ. ബാക്കി എല്ലാ മാസങ്ങളും ഒരു മിതമായിട്ടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ ഈ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ കാണാൻ ചെടികളെല്ലാം ഉണങ്ങി കരിഞ്ഞു പോകുന്നു, ജന്തുക്കളൊക്കെ പലതും വെള്ളം കിട്ടാൻ ചത്തുപോകുന്നു എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കുളങ്ങളൊക്കെ വറ്റിപ്പോകുന്നു എന്നൊക്കെ കരുതിയുള്ളൂ. കുളങ്ങൾ വറ്റുമ്പോഴുള്ള തവളകൾ വീഴുന്നത് എന്ത് ചെയ്യും? ചത്തുപോകും. അല്ല, അവയൊക്കെ ചില കഴിവുകൾ നേടും. എന്തിനാണ്? ഇപ്പോൾ ഒരു കുളം പറ്റി ഉണങ്ങി വരണ്ട് കിടക്കാണ്, തവള മീനൊക്കെ ഉണ്ടാകും, എല്ലാം ചത്തുപോയി. അടുത്ത കാലത്ത് പിന്നെ അടുത്ത ജൂൺ മാസം മഴ പെയ്തു, കുളത്തിൽ വെള്ളം നിറഞ്ഞു. നോക്കൂ, 2 ആഴ്ച വീണ്ടും ഇവിടെ ആര് വരും? തവളയും മത്സ്യങ്ങളും വരും. അതവിടെ പോയിരുന്നു. അതൊക്കെ ചില മെത്തേഡുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, ടു എസ്കേപ്പ് ഫ്രം ദ ടെമ്പററി ചേഞ്ച് ഇൻ ദ ഹീറ്റ് ഓർ കോൾഡ്നെസ് ഓർഗാനിസം ഡു നോട്ട് റെഡി ഫോർ ഡൈ. അപ്പൊ അന്തരീക്ഷം മാറുമ്പോൾ ചത്തുകളയുന്നതിന് എല്ലാ ജന്തുക്കളും തയ്യാറാവത്തില്ല. സം വിൽ ടേക്ക് സം അഡാപ്റ്റേഷൻ ടു ഓവർകം ദ മെത്തേഡ്സ്. ഈ കണ്ടീഷനെ, ഈ ഒരു ചേഞ്ചിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ജന്തുക്കളും ഓരോ മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യും. അതിനെ കുറിച്ച് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെസ്, ചൂടിനെ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടി ജന്തുക്കൾ എന്ത് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഒന്ന്, മൈഗ്രേഷൻ.
മൈഗ്രേഷൻ കേട്ടിട്ടുണ്ടല്ലോ, ജന്തുക്കൾ ദേശാടനം നടത്തുന്നത് അല്ലെ മൈഗ്രേഷൻ. അതായത് ഇപ്പം ചൂട് കൂടി കഴിഞ്ഞാൽ ഇപ്പം പുസ്തകത്തിൽ എക്സാമ്പിൾ മാൻ ഫ്രം ഡൽഹി മൂവ് ടു സിംല ഡ്യൂറിങ് സമ്മർ സീസൺ. സിംലയിൽ ഭയങ്കര തണുപ്പാണ്, ഭയങ്കര ഇവിടെ ഏറ്റവും ചൂട് കൂടിയ സമയത്ത് ഡൽഹി ഭയങ്കര ചൂടുള്ള സമയത്ത് സിംലയിൽ ഭയങ്കര തണുപ്പാണ്. അപ്പൊ ആൾക്കാർ അങ്ങോട്ട് താമസിക്കും. എന്തിനാണ് ചൂട് തിരിച്ചു. അതുപോലെ ബേർഡ്സ് മൈഗ്രേറ്റ് ഫ്രം കൊളാഡോ നാഷണൽ പാർക്ക്. രാജസ്ഥാനിലെ കൊളാഡോ നാഷണൽ പാർക്കിലേക്ക് ബേർഡ്സ് വരും. എവിടുന്നാണ്? ഫ്രം സൈബീരിയന്നാണ്. സൈബീരിയയിൽ അതിഭയങ്കര തണുപ്പാണ്, ജീവിക്കാൻ ഒരു ഗതിയില്ല. അപ്പം ആ പക്ഷികളോട് ചാവുകയല്ല ചെയ്യുന്നത്. അവർ പറന്ന് എവിടേക്ക് വരും? രാജസ്ഥാനിലുള്ള കൊളാഡോ എന്ന് പറയുന്ന നാഷണൽ പാർക്കിലേക്ക് വരും പലപ്പോഴും. അവിടെ നല്ല കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ, ഭയങ്കര വനമാണ്, ഒരു പ്രശ്നമില്ല, അവനോട് ജീവിക്കാൻ കഴിയും അല്ലെ. നിങ്ങൾ തന്നെ ഇവിടെ തന്നെ നിങ്ങൾ കുമരകത്ത് പോകും, പക്ഷികൾ വരും. തമിഴ്നാട് കൂന്തൽക്കുളം ഒരു സ്ഥലമുണ്ട്, കൂന്തൽക്കുളം ഞാൻ പോയിട്ടുണ്ട്. വലിയൊരു കുളമാണ്. ആ പ്രദേശത്തുള്ള ആ കുളത്തിൽ ധാരാളം കൂന്തൽ മത്സ്യം. കൂന്തൽ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു തരം മത്സ്യമാണ്, നമ്മുടെ നെത്തോലി പോലെയുള്ള മത്സ്യം. ഇത് അവിടെ നാട്ടുകാർ ഒന്നും ചെയ്യത്തില്ല. അതിന് ഈ വലിയ പക്ഷികൾ, പെരിക്കൻ പോലെ വലിയ പക്ഷികളൊന്നും അവിടുത്തെ എല്ലാ മരങ്ങളിലും വന്ന് കൂടുകൂട്ടും ഈ സമയത്ത്. എന്നിട്ട് വീടിന്റെ മുറ്റത്തും ഒക്കെ അങ്ങനെയൊന്നും ചെയ്തില്ല. അവിടെ ഒരു ആഘോഷമാണ് നാട്ടുകാർ. കൂന്തൽക്കുളം എന്ന സ്ഥലത്ത്. എന്നിട്ട് ഈ പക്ഷികൾ അവിടെ മൈഗ്രേറ്റ് അവിടെ വന്നതിന് ശേഷം ഒരു 3 മാസം അവിടെ താമസിക്കും. പുറത്ത് ധാരാളം മത്സ്യങ്ങൾ നിന്ന് ജീവിക്കും. അവിടെ മുട്ടയിട്ട് പെരുകി എന്നിട്ട് തിരിച്ചു പോകും. സൈബീരിയയിലേക്കാണ് പോകുന്നത്. ഇതൊരു നാച്ചുറൽ സെലക്ഷൻ കൂടിയാണ്. എന്താണത്? ഇവിടെ നിന്ന് അടുത്ത തണുപ്പ് വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരെ പറന്ന് വരാനുള്ള കഴിവുള്ളവർക്ക് മാത്രം എന്ത് ചെയ്യാനൊക്കെ തൊട്ട് നിലനിൽക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ മുട്ടയിട്ട് വിരിഞ്ഞ പക്ഷികൾ തിരിച്ച് അങ്ങോട്ട് പറക്കുമ്പോൾ ഈ ഒരു ഭൂഗോളത്തിന്റെ ഒരു അർദ്ധഗോളത്തിൽ നിന്ന് അങ്ങേ അർദ്ധഗോളം വരെ പറക്കാൻ കഴിവുള്ളവർക്ക് അടുത്ത വളം ഇങ്ങോട്ട് വരാനുള്ളൂ. ശരിയല്ലേ? അപ്പൊ പോകുന്നവർക്ക് കഴിവില്ലാത്ത, രോഗമുള്ളത്, പറക്കാൻ കഴിവില്ലാത്തത്, ആരോഗ്യമില്ലാത്തതെല്ലാം പോകുന്നവർക്ക് ചത്തു, ബാക്കിയുള്ള അവിടെ ചെല്ലും. അപ്പോൾ ദേ ആർ സെലക്ടഡ് നാച്ചുറലി, then they can survive. അങ്ങനെ ഒരു ബന്ധമുണ്ട്. സോ ഇത് ഓർത്തോളൂ. വാട്ട് ഈസ് മൈഗ്രേഷൻ? ടെമ്പററി ഡിപ്പാർച്ചർ ആൻഡ് അറൈവൽ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് മൈഗ്രേഷൻ? ഇറ്റ്സ് എ ടെമ്പററി ഡിപ്പാർച്ചർ ആൻഡ് അറൈവൽ. ഡിപ്പാർച്ചർ ആൻഡ് അറൈവൽ. ടെമ്പററി ഡിപ്പാർച്ചർ ആൻഡ് അറൈവൽ ടു എസ്കേപ്പ് ഫ്രം ടെമ്പററി ചേഞ്ച് ഇൻ ദ എൻവയോൺമെന്റ്. അല്ലേ? അതാണ് മൈഗ്രേഷൻ. അടുത്ത സസ്പെൻഡ്. സസ്പെൻഡ് ബാക്ടീരിയ, ഫംഗസ് പോലുള്ള പിന്നെ ജീവജാലങ്ങളെല്ലാം തന്നെ അവയ്ക്ക് കട്ടിയുള്ള സ്പോർ ഉണ്ടായി. കണ്ടീഷൻ മാറിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് സ്പോർ. എന്നിട്ട് ആ സ്പോറിനകത്ത് കയറി കട്ടിയായിട്ട് ഇരുന്നിട്ട് മെറ്റബോളിക് ആക്ടിവിറ്റി നിർത്തി വെച്ച് ഇങ്ങനെ ഇരിക്കുക, സസ്പെൻഡ് ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾ തന്നെ 60 ഡിഗ്രി ടെമ്പറേച്ചർ ചൂടാക്കിയാൽ ബാക്ടീരിയ ചാവും എന്നിരിക്കെ കുടിക്കുന്ന വെള്ളം തണുപ്പിച്ച് കുടിക്കണമെന്ന് എന്തിനാണ് അറിയുമ്പോൾ, അതായത് നിങ്ങളൊരു പാത്രത്തിൽ 60 ഡിഗ്രി വരെ ചൂടാക്കി കഴിഞ്ഞാൽ അതിനകത്തുള്ള ബാക്ടീരിയ ഒരു കട്ടിയുള്ള കവറുണ്ടാകും. അതിന് വിളിക്കുന്നത് സ്പോർ എന്നാണ്. സ്പോർ. ഈ സ്പോർ അങ്ങനെ ഇരിക്കും. ഈ 60 ഡിഗ്രി തന്നെ ഇരിക്കുക വെള്ളമെങ്കിൽ ഈ സ്പോർ ഇങ്ങനെ അനങ്ങാതിരിക്കും. 60 ഡിഗ്രി ടെമ്പറേച്ചർ നിങ്ങൾ 50 ദിവസം ഉപയോഗിച്ചാൽ ഈ ബാക്ടീരിയ അതുപോലെ ഇരിക്കും. വീണ്ടും ടെമ്പറേച്ചർ 50 പറയുമ്പോൾ ഈ സ്പോർ പൊട്ടി ബാക്ടീരിയ പുറത്ത് വരും. അപ്പൊ ഇത്രയും കാലത്ത് എന്ത് ചെയ്യുമായിരുന്നു? അതിനകത്തുള്ള എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റി സസ്പെൻഡ് ചെയ്ത് വെച്ചിരുന്നു. അതാണ് സസ്പെൻഡ്. സ്റ്റേജ് ഓഫ് ഇനാക്ടിവിറ്റി. The spore-like stage produced by fungus and bacteria to escape from the change in the environment. They produce a thick cover around it and keep as a suspended condition of metabolism. Metabolism is suspended in the suspend. The spore by bacteria and fungi. That is seed plant and seed on them. Other than നിങ്ങൾ വിത്ത് പാത്രത്തിൽ വെച്ച് എത്ര കാലം കൊണ്ട് ഇരിക്കത്തില്ലേ? പിന്നെ നടപടി വിളിക്കത്തുള്ളൂ. അപ്പൊ നടുന്നത് വരെയും ആ സീഡ് അതിനകത്ത് ഇനാക്ടിവിറ്റി സ്റ്റേജിലിരിക്കുന്നത് സസ്പെൻഡ്. നോക്കൂ. സ്പോർ ബൈ ബേർഡ്സ്, ഫഞ്ചൈ ആൻഡ് സീഡ്സ് ബൈ പ്ലാന്റ്സ്. They produce vegetative parts by plant to tide over dormancy to stop metabolic activity. അവരുടെ വെജിറ്റേറ്റീവ് സ്റ്റേജിലായിട്ടിരിക്കും. സീഡും ഒക്കെ ഒരു വെജിറ്റേറ്റീവ് സ്റ്റേജായിട്ടായിരിക്കുന്നത്. ആൻഡ് ദാറ്റ് വിൽ സ്റ്റോപ്പ് ഇറ്റ്സ് മെറ്റബോളിസം to tide over. Tide over എന്ന് വെച്ചാൽ അത് ജീവിക്കുക, അൺഫെവർ കണ്ടീഷൻ. അതല്ലേ നിങ്ങളിപ്പോ നോക്കൂ, ഒരു ഡിസംബർ മാസം കഴിഞ്ഞാൽ പറമ്പെല്ലാം പുല്ലുകളാണ് അല്ലേ. പക്ഷെ ജനുവരി ഫെബ്രുവരി എത്തുമ്പോഴത്തേക്കും ഭയങ്കര വെയിലാണ്, പുല്ലെല്ലാം ഉണങ്ങിപ്പോകും. നിങ്ങളറിയാം എല്ലാം പോയല്ലോ. പക്ഷെ അടുത്ത മഴക്കാലം വീണ്ടും കിളിച്ചു വരും. ഏതായത് അതതിന്റെ സീഡിനെ വിളിച്ചിട്ടാണ് പോകുന്നത്. എല്ലാ ചെടികളും അതിന്റെ സീഡിനെ ഉണ്ടാക്കി വിളിച്ചിട്ടാണ് അത് നശിക്കുന്നത്. അതിനറിയാം സീഡിലൂടെ വീണ്ടും എനിക്ക് ചിരിക്കാൻ കഴിയും. ഇനി നെക്സ്റ്റ് വൺ, 2 മെത്തേഡുകൾ കാണിക്കുക. അനിമൽസ് ആണ് 2 മെത്തേഡ്. ഒന്ന് ഹൈബർനേഷൻ. സസ്പെൻഡിലെ ഒരെണ്ണം അനിമൽ കാണിക്കുന്നതാണ് ഹൈബർനേഷൻ. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ട് ശിശിര നിദ്ര.
ശിശിരത്തിൽ ഹൈബർനേഷൻ. അത് ഭയങ്കര തണുപ്പുണ്ടാകുമ്പോൾ ജന്തുക്കളൊക്കെ കുറെ പിന്നെ പോളാർ ബെയർ എന്ന സാധനം ധ്രുവൊക്കെ ആയിരിക്കും. മഞ്ഞങ്ങോട്ട് കൂടി ഒരു സമയമാകുമ്പോഴത്തേക്ക് വരുത്തി ധാരാളം ഭക്ഷണമെല്ലാം കഴിച്ച് പരമാവധി ഫുഡെല്ലാം കഴിച്ച് ശരീരം മാക്സിമം ഫാറ്റി ആക്കിയ ശേഷം ഒരു മഞ്ഞിനകത്തിൽ മാളം ഉണ്ടാക്കി തരുന്ന ഒറ്റ ഉറക്കം. ഒരു 3 മാസത്തെ ഒറ്റ ഉറക്കം. 3 മാസത്തേക്ക് അതിന്റെ മെറ്റബോളിസം എല്ലാം നിർത്തി വെച്ചേക്കാം. 3 മാസത്തെ ഫുഡ് അത് കഴിച്ചിട്ട് കിടക്കും, ഫാറ്റാക്കി വെച്ചിരിക്കും. 3 മാസം മഞ്ഞെല്ലാം കഴിഞ്ഞ് ഉരുക്കി കഴിയുമ്പോഴത്തേക്ക് പതുക്കെ പുറത്തേക്ക് വരും. 3 മാസത്തെ ഉറക്കത്തിൽ വിളിക്കുന്നത് ശിശിരത്തിൽ ഹൈബർനേഷൻ. സോ സം അനിമൽസ് ലൈക്ക് polar bear enter into a long sleep to overcome which season? It's called winter season. അത് പഠിച്ചോണം. ഏത് സീസൺ? വിന്റർ സീസൺ. വിന്റർ സീസൺ അതിജീവിക്കാൻ അനിമൽസ് ലോങ് സ്ലീപ്പ് ഉപയോഗിക്കുന്നവരാണ് ഹൈബർനേഷൻ. അതുപോലെ സമ്മർ സീസൺ അതിജീവിക്കാൻ ചെയ്യും. അതിന് ഗ്രീഷ്മനിദ്ര എന്ന് വിളിക്കും, പഠിച്ചിട്ടുണ്ടാവും. അതായത് എസ്റ്റിവേഷൻ. Estivation is a method adopted by animals to overcome summer season. ചൂടിനെ അതിജീവിക്കാം. അതായത് നേരത്തെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ കുളമുണ്ട്, അത് വറ്റിപ്പോയി, മത്സ്യങ്ങളൊക്കെ ഉണ്ടാകും, കാണാനില്ല. മഴക്കാലം വീണ്ടും മത്സ്യങ്ങൾ തിരിച്ചു വന്നു. എവിടെ പോയെന്ന് വെച്ചാൽ ആ കുളത്തിന്റെ അടിയിൽ ചെളിക്കകത്തേക്ക് ഇറങ്ങി ഒരു നീണ്ട ഉറക്കത്തിലേക്ക് പ്രവേശിച്ചു. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായി. ആഫ്രിക്കയിലെ ചില ആൾക്കാരൊക്കെ ഈ വയലൊക്കെ ചെന്ന് വെട്ടിക്കളച്ച് ഭയങ്കര കുഴി ഒഴിച്ചു. അത് ഇങ്ങനെ നടക്കുമ്പോൾ ചെറിയ ദ്വാരം കാണാം. അവർക്കറിയാം അവിടെ വെട്ടിക്കുളച്ച് പിടിച്ച് അടിച്ചെടുത്ത് ഒരു മത്സ്യം ഒരു കവറിനകത്തായിട്ട് ഇത് നടന്ന ഒരു കവർ പൊട്ടിച്ചിട്ട് നമുക്ക് പെടയ്ക്ക് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ഇല്ല, യൂട്യൂബിലുണ്ടെങ്കിൽ ലിങ്ക് ചെയ്ത് തരാം. ഓക്കെ, ഇതൊക്കെ എന്താണ് മെത്തേഡ്സ് ടു ഓവർകം അൺഫെയർ കണ്ടീഷൻ. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് പരിശോധിക്കണം, ഡയാഫോസ്. അപ്പൊ ഇതിന്റെ രണ്ടെണ്ണമാണ്. ഇത് രണ്ടുപേർ. മൂന്നാമതാണ് ഡയാഫോസ്. പോസ് എന്ന് വെച്ചാൽ പോസ് നമ്മുടെ വീട്ടില് CD പ്ലെയർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിർത്തുക, പോസ് അടിക്കുക. പോസ് നിർത്തിയിരിക്കുക. പോസ് മീൻസ് സ്റ്റോപ്പ് ഫോർ എ വൈൽ, ടെമ്പററി സ്റ്റോപ്പിംഗ്, തൽക്കാലം നിർത്തിയിരിക്കുക. പോസ്. ഡയാപോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നിർത്തിവെക്കുക. അതെന്ന് പറയുമ്പോൾ ഇത് സ്ഥിരം പരിശോധിക്കുന്നതാണ്. വെള്ളത്തിലുള്ള ചില സൂപ്പ് പ്ലാന്റ്സ് ആണ്. സൂപ്പ് പ്ലാന്റൻസ് വെള്ളത്തിലുള്ള സൂക്ഷ്മ ജന്തുക്കളെ പ്ലാന്റനുകൾ എന്ന് വിളിക്കും. അത് ജന്തുക്കളെ സൂപ്ലാങ്ക്സ് എന്നും സസ്യങ്ങളെ ഫൈറ്റോ പ്ലാങ്ക്സ് എന്നും വിളിക്കുന്നത്. വെള്ളത്തിലുള്ള പ്ലവകങ്ങൾ, സൂക്ഷ്മങ്ങളായിട്ടുള്ള ജീവജാലങ്ങളെയാണ് പ്ലവകങ്ങൾ. വെള്ളത്തിൽ മുങ്ങി കിടന്ന് വളർന്ന് ചില ഏകകോശ സസ്യങ്ങളും ജന്തുക്കളുണ്ട്. ക്ലാമഡോമോണസ്, ക്ലോറെല്ലാം കണ്ടില്ല. അതുപോലെ ഇതിൽ വെള്ളത്തിൽ കാണപ്പെടുന്നതിൽ ജന്തു വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മ ജന്തുക്കളെ സൂപ്ലാങ്ക്ടനുകളെന്നും സസ്യ വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മ ജീവജാലങ്ങളെ ഫൈറ്റോ പ്ലാങ്ക്സ് എന്നും വിളിക്കുക. അതിൽ ചില സൂപ്ലാങ്ക്ടനുകൾ വെള്ളത്തിന്റെ അന്തരീക്ഷത്തിന്റെ ഘടകം വ്യത്യാസമുണ്ടായി തങ്ങൾ ജീവിക്കാനൊക്കെ അവസ്ഥ പറഞ്ഞാൽ എല്ലാം മെറ്റബോളിക് ആക്ടിവിറ്റി നിർത്തിവെച്ച് ഒരു ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് പ്രവേശിക്കും. അതിന്റെ പേരാണ് ഡയാപോസ്. നോക്കൂ എന്താണെന്ന്. മെനി സൂപ്ലാന്റ്സ് ഓഫ് വാട്ടർ അണ്ടർഗോ ഡയാപോസ്, എ സ്റ്റേജ് ഓഫ് സസ്പെൻഡഡ് ഡെവലപ്മെന്റ്. എല്ലാ ഡെവലപ്മെന്റ്, വളർച്ച, സെൽ ഡിവിഷൻസ്, എനർജി പ്രൊഡക്ഷൻ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഏകദേശം നിർത്തിവെച്ച് ഒരു ഇനാക്റ്റീവ് സ്റ്റേജ്. സീഡിനകത്ത് എംബ്രിയോ ഇരിക്കുന്ന പോലെ കിടന്നു. നേരത്തെ നമ്മൾ പഠിച്ച ഇതുപോലെ എന്താണ് ഈ സസ്പെൻഡ് പോലെ തന്നെയാണ് ഇത്. പക്ഷെ ഇത് സൂപ്ലാങ്കും ചെയ്യുന്നത് ഡയാപോസ് എന്നാണ്. ഇത് പരീക്ഷയിലും ചോദിക്കുന്നതാണ്. ഓക്കെ, പഠിച്ചു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് adaptations. മലയാളത്തിൽ അനുകൂലനങ്ങൾ എന്ന് പറയും. ഇപ്പം മരുഭൂമിയിൽ ഒരു പശുവിനെയും ഒരു ഒട്ടകത്തെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പശു വെക്കും. പക്ഷെ ഒട്ടകത്തിനൊരു പ്രശ്നമില്ല, കാരണം രണ്ടുപേരെ ജന്തുവല്ലേ ആണ്. പക്ഷെ ഒട്ടകത്തിന് മരുഭൂമി ജീവിക്കാൻ പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകളിലേക്ക് വരാണ് അഡാപ്റ്റേഷൻസ്. അല്ലേ, അത്രയും എന്താ അഡാപ്റ്റേഷൻ? ഒന്ന് മോർഫോളജിയിലായിരിക്കാം, ചിലപ്പോൾ ഫിസിയോളജിയിലായിരിക്കാം, ചിലപ്പോൾ അനാറ്റമിക്കലായിരിക്കാം. അല്ലെ, അവയുടെ ചില കഴിവാണ്. നമുക്ക് എന്താണ്, ഇറ്റ് ഈസ് എ ക്വാളിറ്റി ഓഫ് ആൻ ഓർഗാനിസം. ഒരു ജന്തുവിന്റെ ഗുണമാണ്. ഏത് ഗുണം? മേ ബി ഫിസിയോളജിക്കൽ ഓർ മോർഫോളജിക്കൽ ഓർ ബിഹേവിയറൽ. അതായത് ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ചില ജീവപ്രക്രിയകൾ, മോർഫോളജി എന്ന് പറഞ്ഞാൽ ചില ആകൃതി, ഷേപ്പും ഒക്കെയാണ്. ഇനി ചിലപ്പോൾ ബിഹേവിയറൽ ആയിരിക്കും, ചിലപ്പോൾ ചില സ്വഭാവങ്ങൾ കൊണ്ടായിരിക്കും, ചില പ്രത്യേക സ്വഭാവം കാണിച്ചവർ രക്ഷപ്പെട്ടു. നോക്കൂ, ദാറ്റ് എനേബിൾ ദം ടു സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ് ഇൻ എ സ്പെഷ്യൽ ഹാബിറ്റാറ്റ്. ഒരു പ്രത്യേക ഹാബിറ്റാറ്റിൽ ജീവിക്കുവാനും മൾട്ടിപ്ലൈ ചെയ്യുവാനും കഴിയുന്ന രീതിയിൽ അവയിലുണ്ടാകുന്ന ഫിസിയോളജിക്കലോ അല്ലെങ്കിൽ അനാറ്റമിക്കലോ അല്ലെങ്കിൽ മോർഫോളജിക്കലോ അതുമല്ലെങ്കിൽ ബിഹേവിയറലോ ആയിട്ടുള്ള പ്രത്യേകതകൾ വരുന്നവരാണ് എന്ത്? അഡാപ്റ്റേഷൻസ്. നിങ്ങളൊരു
ഒരു പൂച്ച പിടിച്ച് വെള്ളത്തിലിട്ടാൽ ചത്തു, മീനെടുത്ത് വെള്ളത്തിലിട്ടാലും ജീവിക്കും. കാര്യം വെള്ളത്തിൽ ജീവിക്കാൻ അനുകൂലമുണ്ട്, അഡാപ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ എന്തൊക്കെ അഡാപ്റ്റേഷൻ കൊള്ളാന്ന് ചിന്തിക്കാം. ഒന്ന്, കങ്കാരു റാറ്റ്. കങ്കാരു വേലി മരുഭൂമി കാണുന്നത് വെച്ച രീതിയാണ് കങ്കാരു വേലി. എനിക്ക് നീണ്ടൊക്കെ ഇരിക്കാൻ പഠനം കാണിക്കുന്നുണ്ട്. നീണ്ട വാലൊക്കെയുള്ള ചെറിയ രീതിയാണ് കങ്കാരു റാറ്റ്. ഇത് മരുഭൂമി ജീവിക്കുന്നത് എപ്പോഴും വെള്ളമൊന്നും കിട്ടത്തില്ല. അതിന് വർഷങ്ങളോടെ വെള്ളം കുടിക്കാൻ ജീവിക്കാൻ കഴിയും. They can live without drinking water for years. പക്ഷേ അവയ്ക്ക് എങ്ങനെ ഇപ്പോൾ വെള്ളം കിട്ടും? They can produce water in their body by fat metabolism. ഫാറ്റ് മെറ്റബോളിസം വഴി അവയ്ക്ക് സ്വയം അതിനകത്ത് ശരീരത്തിൽ നിന്ന് വെള്ളം ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വെള്ളം ഉണ്ടാകും. നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാം? അത് നിങ്ങളുടെ ശരീരത്തിൽ മെറ്റബോളിസമാണ്. പഠിച്ചാൽ റെസ്പിറേഷൻ വഴി, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്ലൂക്കോസ് C6H12O6 പ്ലസ് O2. നിങ്ങൾ കഴിച്ചാൽ ഗ്ലൂക്കോസിനെ ഓക്സിജൻ വെച്ച് വിഘടിപ്പിക്കുമ്പോൾ എന്താ കിട്ടുന്നത്? CO2+H2 ആണ് കണ്ടത്. എനർജിയും കിട്ടും. അപ്പോൾ ജലം ഉണ്ടാകുന്നുണ്ട്. ഇതിനെ മെറ്റബോളിക് വാട്ടർ എന്ന് അറിയിക്കും. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇതുപോലെ എനിക്കത് ഫാറ്റ് കിട്ടുന്ന കൂടുതൽ വെള്ളം ഉണ്ടാക്കി അവൻ യൂറിനേറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ യൂറിനേഷൻ വളരെ കോൺസെൻട്രേറ്റ് മനസ്സിലായി. അതാണ് കമ്പയർ റൈറ്റ് അഡാപ്റ്റേഷൻ. നോക്കൂ, കമ്പയർ റൈറ്റ് ക്യാൻ ലോങ് ലീവ് ഇൻ ദ ആബ്സെൻസ് ഓഫ് വാട്ടർ. It is compensated by the fat metabolism, water and the urine is concentrated to save water. ഫാറ്റ് മെറ്റബോളിസം വഴി വെള്ളം ഉണ്ടാക്കുകയും ചെയ്യും. അത് യൂറിനേഷൻ വളരെ കോൺസെൻട്രേറ്റ് ആണ്. ഈ യൂറിനെ കളയത്തുള്ളൂ. സേവ് വാട്ടർ. നിങ്ങൾക്കറിയുമ്പോൾ കോഴിക്കും പന്നിക്കും പക്ഷികൾക്കും ഒന്നും മൂത്രമില്ലാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളുണ്ടോ? മൂത്രം ഒഴിക്കും? കോഴിക്കില്ല. ജലനഷ്ടം പരിഹരിക്കാനാണ്. ജലം ഒട്ടും പുറത്തുള്ള ജലം തിരിച്ചു എടുക്കും. എന്നിട്ട് യൂറിനുള്ളിൽ വെളിയിൽ കളയേണ്ട ഘടകങ്ങളെ അരിച്ച് ഒരു സോലിഡാക്കി വെളിയിൽ കളയും. ഇപ്പൊ പല്ലിയുടെ തന്നെ കാട്ടുകൾ ഉണ്ടായിരിക്കും. ഒരു കറുത്ത ഭാഗം ഒരു വെളുത്ത ഭാഗമാണ് അല്ലേ? ഈ കറുത്ത ഭാഗം അതിന്റെ യഥാർത്ഥ വേസ്റ്റും ഈ വെളുത്ത ഭാഗം യൂറിക് ആസിഡ് മൂത്രത്തിൽ നിന്നും പുറത്ത് കളയേണ്ട വസ്തുവാണ് ഈ വെളുത്തിരിക്കുന്നത്. അത് മൂത്രം ഉണ്ടാക്കുക. എന്നിട്ട് ആ വെള്ളം വലിച്ചെടുത്ത ശേഷം അത് സോളിഡാക്കി പുറത്ത് കളയും. സേവ് വാട്ടർ. മനസ്സിലല്ലേ? അഡാപ്റ്റേഷൻ. ഇനി പ്ലാന്റ്സ് എന്തൊക്കെ രണ്ടാമത്തത്. ഈ പ്ലാന്റ്സിന്റെ അഡാപ്റ്റേഷൻസ്. ഒന്ന്, ക്യൂട്ടിക്കിൾ. കട്ടിയുള്ള ക്യൂട്ടിക്കുണ്ടാകും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? താമരയുടെ ഇലയിലും ചേമ്പിന്റെ ഇലയിലും അതുപോലെ കള്ളിമുച്ചയുടെ ഇലയിലും കട്ടിയുള്ള ക്യൂട്ടിൽ ഒരു മെഡിവസ്തു ഉണ്ടാകും. രണ്ട്, സങ്കൺ സ്റ്റൊമേറ്റ. മറ്റൊന്ന് സങ്കൺ സ്റ്റൊമേറ്റ. ഇത് ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഉപരിതലത്തിലാണ് സ്റ്റൊമേറ്റ സാധാരണ ഇലയിൽ കാണേണ്ടത്. ഇലയുടെ പ്രോസസ് ആണ് ഇവിടെ സ്റ്റൊമേറ്റ ആണ്. പക്ഷേ മരുഭൂമി നിൽക്കുമ്പോൾ ഇവിടെ ഒരു കുഴിയിലായിരിക്കും സ്റ്റൊമേറ്റ കാണുന്നത്. Sunken stomata. Then CIM plants close stomata per day. ഇത് CIM plant എന്ന് പറയും. CIM ക്രാസുലേസിയൻ ആസിഡ് മെറ്റബോളിസം എന്നാണ് പദമുണ്ട്. ക്രാസുലേസിയൻ ആസിഡ് മെറ്റബോളിസം. ചില മരുഭൂമി ജീവിക്കുന്ന സക്കുലന്റ് പ്ലാന്റുകളാണ്. മരുഭൂമി ചില പ്ലാന്റ്സ് സക്കുലന്റ് പ്ലാന്റ്സ്. അവിടെ ഈ പകുതി ജലനഷ്ടം, ജലം ഒരുപാട് കിട്ടത്തില്ല. അപ്പൊ പകൽ സമയം സ്റ്റൊമേറ്റ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ജലം ആവിയായി പോകും. അത് തടയാൻ വേണ്ടി പകൽ സമയത്ത് സ്റ്റൊമേറ്റ അടച്ചേക്കും. സ്റ്റൊമേറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ജലം ആവിയായി പോകത്തില്ല, സംഭവിച്ചു. പക്ഷെ ഫോട്ടോസ് തുറക്കും, കാർബൺ ഡൈഓക്സൈഡ് അകത്തോട്ട് തുറക്കണ്ടേ? അതുകൊണ്ട് അവർ പറയുമ്പോൾ പകൽ സമയത്ത് സ്റ്റൊമേറ്റ് അടച്ചു വെച്ച് രാത്രി തുറന്നു പിടിക്കും. രാത്രിയാകുമ്പോൾ ചൂട് കുറവാണല്ലോ. എന്നിട്ട് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈഓക്സൈഡിനെ വലിച്ചെടുത്ത് മാലിക് ആസിഡ് ആക്കി മാറ്റി സ്റ്റോർ ചെയ്ത് വയ്ക്കും. പിന്നെ നേരം എടുത്ത് സ്റ്റൊമേറ്റ് അങ്ങ് അടച്ചു പിടിക്കുമ്പോൾ ചെടിക്കകത്ത് എന്തിരിക്കൊണ്ട് മാലിക് ആസിഡ് കൊണ്ട് മാലിക് ആസിഡിനെ വിഘടിപ്പിക്കുമ്പോൾ പൈറുവിക് ആസിഡ് കാർബൺ ഡൈഓക്സൈഡ് ഉണ്ടാവും. ആ കാർബൺ ഡൈഓക്സൈഡ് ഉപയോഗിച്ച് ഫോട്ടോ സൃഷ്ടിക്കും. മനസ്സിലായി? പഠിക്കാനല്ല, പണ്ട് പഠിക്കാൻ ഉണ്ടായിരുന്നു. ശരി, CIM പ്ലാന്റ് പഠിച്ചോളൂ. ക്രാസുലേസിയൻ ആസിഡ് മെറ്റബോളിസം പ്ലാന്റ്. ദേ ക്യാൻ കീപ് സ്റ്റൊമേറ്റ ക്ലോസ് ഡ്യൂറിംഗ് ഡേ. അതുകൊണ്ട് അവർക്ക് ജലനഷ്ടം കുറയ്ക്കാൻ കഴിയും. അത് അഡാപ്റ്റേഷൻ ആണല്ലോ. ഇനി ഒപ്പൻഷ്യ, കള്ളിമുൾ ചെടി എടുക്കും, ലീഫില്ല അല്ലേ? ലീഫില്ല, പകരം ലീഫാരായി മുള്ളായി മാറി. അപ്പോൾ ശത്രുക്കൾ ആക്രമിക്കാൻ പറ്റത്തില്ല അല്ലേ? ലീഫില്ലാത്തതുകൊണ്ട് ട്രാൻസ്പിറേഷൻ കുറയ്ക്കാം, ജലനഷ്ടം കുറയാം. പക്ഷെ ലീഫിലേക്ക് ഫോട്ടോസാജ് സ്റ്റെം ചെയ്യും. നമ്മൾ പഠിച്ചിട്ടില്ലേ? പില്ലോ പ്രാഡ്. അപ്പോൾ അങ്ങനെയുള്ള അഡാപ്റ്റേഷൻസ് കള്ളിമുൾ ചെടിക്കുണ്ട്. ഇനി മാമൽസ് ഇൻ കോൾഡർ ഏരിയ വിത്ത് ഷോർട്ടർ ഇയർ ആൻഡ് ലിംസ് ടു റിഡ്യൂസ് സർഫസ് ഏരിയ. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഭയങ്കര തണുപ്പുള്ള പ്രദേശത്ത് ഒരു മാമൽ ജീവിക്കുന്ന വെച്ചോളൂ. ഈ ഏത് ജന്തു എവിടെ ജീവിച്ചാലും അതിന് എന്തുണ്ടായിരിക്കണം? ചെവി ഉണ്ടായിരിക്കണം, കൈയും കാലും ഉണ്ടായിരിക്കണം. ഏത് മാമൽ എവിടെ ജീവിച്ചാലും അതിന് ചെവി ഉണ്ടായിരിക്കണം, കൈയും കാലും ഉണ്ടായിരിക്കണം. കൈയും കാലും കുറയ്ക്കാനും പറ്റില്ല, ശരീരം ചെറുതാക്കാനും പറ്റില്ല.
ശരീരം ചെറുതായി ജീവി ചെറുതായിരിക്കും. ഒരു ആന പറയുകയാണ് എനിക്ക് സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടി ചെറുതാകാൻ പോകാം എന്ന് വിചാരിച്ചാൽ ആനയൊക്കെ ചെറുത്. പിന്നെ എന്ത് കുറയ്ക്കാൻ കഴിയും? കുറയ്ക്കാൻ കഴിയുന്നത് നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യുകയാണ്. വിമാനത്തിന് 100 കിലോ ഭാരം കുറച്ച് വെക്കത്തുള്ള വിമാനം തകരും എന്ന് പറയുക. പൈലറ്റ് 100 കിലോ ഭാരം കുറച്ച് വെക്കും പെട്ടെന്ന്, അല്ലെങ്കിൽ വിമാനം തകരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ 100 കിലോ ഭാരമുള്ള ഒരു മനുഷ്യർക്ക് പുറത്ത് കളയോ, അത് എല്ലാവരും അവരുടെ ബാഗിൽ നിന്നുള്ള 10 കിലോ വീതമുള്ള വെയിറ്റ് എടുത്ത് വെടി കളയും. 10 കിലോ ഭാരമുള്ള ഓരോ വെയിറ്റ് 10 പേരെടുത്ത് വെടി കളയും. അതായത് 100 യാത്രക്കാർ ഓരോ കിലോ ഭാരമുള്ള ഒരു ബുക്ക് വീതം എടുത്ത് വെടി കളയാം വിചാരിക്കുകയല്ലേ ചെയ്യുന്നു. അല്ലാതെ നിങ്ങൾ ഒരു മനുഷ്യരുടെ വെടി കളയുക ഇല്ലല്ലോ. അതുപോലെ ഈ ജന്തു തണുപ്പുള്ള പുറത്ത് ജീവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിന്റെ ബോഡി സർഫസ് കുറച്ചേ വെക്കത്തുള്ളൂ, സർഫസ് ഏരിയ കുറച്ചേ വെക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ചത്തു. നേരത്തെ ഞാൻ പറഞ്ഞ തീയതി അനുസരിച്ച്. അപ്പൊ ശരീരം ചെറുതാക്കാൻ പറ്റില്ല. ശരീരം ചെറുതായി കഴിഞ്ഞാൽ അവരുടെ ആന്തരാംഗങ്ങളിൽ ചെറുതാകും, ജീവിയും ചെറുതായി. അപ്പൊ അവരെന്ത് കുറയ്ക്കാം? കൈകാലിന് നീളം കുറയ്ക്കാം. അത് കൈകാലിന് നീളം കുറയ്ക്കാം. ചെവി ചെറിയ ചെവിയാക്കാം, കുഴപ്പമില്ലല്ലോ. വലിയ ചെവി ഇപ്പൊ ഇത്രയും വലിയ ചെവിയായിരുന്നു, അത് ചെറുതാക്കി ഇത്രയാക്കി കേൾവിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് കേൾക്കാൻ കഴിയും, ആരെങ്കിലും കേൾക്കാൻ കഴിയും. ആദ്യം വലിയ ചെവിയാണ്, ചെറിയ ചെവിയാണ്, പക്ഷെ കേൾക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ തണുപ്പുള്ള പ്രദേശത്തേക്ക് സസ്തനങ്ങളുടെ മാമൽസിന്റെ കൈകാലുകൾ ചെറുതായിരിക്കും, ചെവിയും ചെറുതായിരിക്കും. ഇതിനാണ് റിഡ്യൂസ് സർഫസ് ഏരിയ. സർഫസ് ഏരിയ കുറച്ച് കഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ നഷ്ടം കുറയ്ക്കാം അല്ലെ. ഈ നിയമത്തെ വിളിക്കുകയാണ് അലൻസ് റൂൾ. Allen's rule. What is Allen's rule? That is, limbs and ears in colder area in mammals are very short. അല്ലെങ്കിൽ ഇതാണ് ഞാൻ പറയുന്നത്. Mammals in colder area have shorter ears and limbs. ചെറിയ ചെവികളും കൈകാലുകളുമായിരിക്കും. To reduce surface area. സർഫസ് ഏരിയ കുറയ്ക്കാൻ. It is called Allen's rule. പരിശോധിക്കുന്നത് Allen's rule. സർഫസ് ഏരിയയെ കുറിച്ചുള്ള നേട്ടം നമുക്ക് അറിയാൻ എന്താണ്? ബോഡി ടെമ്പറേച്ചർ നഷ്ടപ്പെടുന്നത് കുറയ്ക്കും. അവ രണ്ടു കാര്യം പഠിച്ചു. തണുപ്പുള്ള പ്രദേശത്ത് ചെറിയ ജന്തുക്കളില്ല ഒന്ന്. രണ്ട്, വലിയ ജന്തുക്കൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ കൈകാലുകൾ വളരെ ചെറുതായി. നിങ്ങൾ സുഖക്കാരി കണ്ടിട്ടില്ലേ? തറയുടെ അഴിഞ്ഞ് നടന്നു ചെറിയ കൈയും കാര്യം. കാരണം എന്താണ്? അവർക്ക് ബോഡി സർഫസ് കുറയ്ക്കണം. അങ്ങനെയാണ്. ഇനി പോളാർ സീൽസ് തിക്ക്. അടുത്തത് ഇതൊക്കെ അലൻസ് മനസ്സിലായിരുന്നു. അടുത്തത് സീൽസ്, പോളാർ സീൽ. പോളാർ സീൽ എന്തോ കണ്ടോ? പോളാർ സീലുകൾ ടിവിയിലെ കാണാം, പടത്ത് കാണിക്കാം. പോളാർ സീൽ ഇവയ്ക്ക് മഞ്ഞിന്റെ അകത്താണ് ഉറങ്ങുന്നത്. മഞ്ഞിന്റെ അകത്താണ് ഉറങ്ങുന്നത്, ജീവിക്കുന്നില്ല. പോളാർ ഏരിയയിലാണ്. നമ്മളിപ്പോൾ മഞ്ഞ് പോയി കിടപ്പാണെന്ന് കയ്യിൽ നിങ്ങളൊരു ഐസ് കഷ്ടമായിട്ട് കൈ വെച്ച് കയ്യിൽ മാലിച്ച് പോയില്ലേ. പക്ഷെ മഞ്ഞ് കിടന്ന് ഉറങ്ങണത് ഈ ജീവി നമ്മുടെ മഞ്ഞിലാണ്. എന്തുകൊണ്ടാണ്? അവിടെ തൊലിക്കടിയിൽ കട്ടിയുള്ളവരും കൊഴുപ്പിന്റെ പാടും. തിക്ക് ഫാറ്റ് ബിലോ ദ സ്കിൻ ബ്ലബർ. ബ്ലബർ എന്നാണ് തിക്ക് ഫാറ്റ് ബിലോ ദ സ്കിൻ ബ്ലബർ. കേട്ടുള്ള പോളാർ സീൽ തിക്ക് ലെയർ ഓഫ് ഫാറ്റ് ബ്ലബർ. ഈ ആക്ട് ആൻ ഇൻസുലേറ്റർ ടു റെഡ്യൂസ് ഹീറ്റ് ലോസ്. ശരീരത്തിലുള്ള ചൂട് പുറത്തേക്ക് വരാതെ തടയും. ഇറ്റ് പ്രിവെന്റ് ദ ഹീറ്റ് ലോസ് ആസ് എൻ ഇൻസുലേറ്റർ. നിങ്ങൾ തന്നെ ഭയങ്കര തണുപ്പുള്ള ബെഡ്ഷീറ്റ് എടുത്ത് പുറച്ചാൽ എന്താണ് നിങ്ങൾ തണുപ്പ് മാറുന്നത്? അത് ബെഡ്ഷീറ്റിനും നിങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന വായു ഒരു ഇൻസുലേറ്ററാണ് പ്രവർത്തിക്കുന്നത്. അത് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ പുറത്തോട്ട് പോകാൻ തടയും. ഇതാണ് സംഭവിക്കുന്നത്. ബെഡ്ഷീറ്റ് പുറയ്ക്കുമ്പോൾ ബെഡ്ഷീറ്റ് അകത്തിരിക്കുന്ന വായു നിങ്ങളുടെ ബോഡിയും ബെഡ്ഷീറ്റ് ഇടയ്ക്കുള്ള വായു ഒരു ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുകയും ബോഡി ടെമ്പറേച്ചർ പുറത്തേക്ക് വന്ന് തടയുകയും ചെയ്യും. അപ്പോൾ ആ പുറത്തേക്ക് വരുന്ന ചൂട് അവിടെ തന്നെ തങ്ങി. അപ്പോൾ ബോഡിക്ക് ചുറ്റുമുള്ള ചൂട് കൂടും. അതാണ് മുഖം തരുന്നത്. അതുപോലെ ഇവയുടെ സ്കിന്നിനടിയിൽ തിക്ക് ബ്ലബർ എന്ന് പറയുന്ന ഒരു ഫാറ്റ് ഉണ്ട്. ഇറ്റ് വിൽ പ്രിവെന്റ് ദ ലോസ് ഓഫ് ടെമ്പറേച്ചർ ആക്ടിങ് ആസ് എ ഇൻസുലേറ്റർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി വേറെ വലിയ അഡാപ്റ്റേഷൻ പറയാൻ പാടില്ല. ഇതെല്ലാം പഠിച്ചോണം. തീർന്നില്ല അഡാപ്റ്റേഷൻ തന്നെ. നിങ്ങൾ ഹൈറ്റ് പോകുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഓരോ 4 മീറ്റർ 100 മീറ്റർ കൂടുന്നതോറും ഓരോ ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് കുറയും എന്നാണ്. അതനുസരിച്ച് നിങ്ങൾ കുന്നും പുറത്തോട്ട് കയറുമ്പോൾ തണുപ്പ് കൂടി. ഊട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തണുപ്പ് കൂടും അല്ലേ. തണുപ്പ് കൂടും മാത്രമല്ല നിങ്ങൾക്ക് ശ്വസിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവിടെ എന്താണ്, അവിടെ അന്തരീക്ഷം കുറവായതുകൊണ്ട് ഓക്സിജൻ അളവ് കുറവായി. So when you climb a hill, you will feel decreased pressure, also decreased partial pressure in the air, so that amount of oxygen will be reduced. കുന്നുപുറത്ത് കഴിഞ്ഞാൽ ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. അത് നിങ്ങളുടെ 3 ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ 3 അസ്വസ്ഥതകളാണ്. ഒന്ന് ഫാറ്റീഗ്, നോസിയ,
ഹാർട്ട് പാൽപിറ്റേഷൻ, ഫാറ്റീഗ്, നോസിയ ആൻഡ് ഹാർട്ട് പാൽപിറ്റേഷൻ. ഫാറ്റീഗ് എന്ന് വെച്ചാൽ അർത്ഥം ക്ഷീണം എന്നാണ്, നോസിന്റെ തലകറക്കം എന്നാണ്, ഹാർട്ട് പാൽപിറ്റേഷൻ ചെയ്താൽ പാടും. ഇന്ന് പത്തൊരു തലകറങ്ങും, ക്ഷീണം ഉണ്ടാവും, ഇങ്ങനെ തിരക്കുകയും ചെയ്യും. കാണുന്നവരുടെ ഓക്സിജൻ അളവ് വളരെ കുറവാണ് അല്ലേ. ഇതിനെ വിളിക്കുക ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്നാണ് പറയുന്നത്. ആൾട്ടിറ്റ്യൂഡ് സിക്നസ്. സോ ദീസ് ത്രീ ആർ ദ സിംപ്റ്റംസ് ഓഫ് ആൾട്ടിറ്റ്യൂഡ് സിക്നസ്. അപ്പോൾ നിങ്ങൾ കുന്നുപുറത്ത് കയറി കാണും, ആ സമയത്ത് ഒന്നും ഇങ്ങനെ കിതപ്പുണ്ടാകുന്നു, ക്ഷീണം ഉണ്ടാകുന്നു, തളർച്ച ഉണ്ടാകുന്നു. അപ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് വളരെ കുറവാണ് അല്ലേ. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോഡി എന്തറിയാമോ? അപ്പോൾ അന്തരീക്ഷത്തിൽ ഓക്സിജൻ കുറവാണല്ലോ, ഇത് അങ്ങോട്ട് നിങ്ങൾ ഊട്ടിലൊക്കെ പോകണമെങ്കിൽ ഫീൽ ചെയ്യും. പക്ഷെ അവിടെ ചിലപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല, ഊട്ടിൽ ജീവിക്കുന്ന സാധാരണ ജീവിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് മാത്രം കിടന്ന് വരുന്നത് കാര്യം ഇവർ നേരത്തെ അവിടെ എത്തിയവരാണ്, അവരെ അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഓക്സിജൻ കണ്ടന്റ് ഇൻ ദ എയർ ഡിക്രീസസ്, ബ്ലഡ് ഇൻക്രീസസ് RBC. ബ്ലഡ് എന്ന് പറയുമ്പോൾ RBCയുടെ അളവ് കൂട്ടും. RBCയുടെ അളവ് കൂടി കഴിഞ്ഞാൽ ഹീമോഗ്ലോബിന്റെ അളവ് കൂടും. ഹീമോഗ്ലോബിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള കഴിവ് കൂടിയിരിക്കും അല്ലേ. അപ്പൊ കൂടുതൽ ഓക്സിജൻ, ഉള്ള ഓക്സിജൻ കുറവാണ്, വലിച്ചെടുക്കുന്ന വായു ഓക്സിജൻ കുറവാണ്. ഇത് തന്നെ അറിയാം, നിങ്ങൾ അകത്തേക്ക് എടുക്കുന്ന വായുവിലെ കംപ്ലീറ്റ് ഓക്സിജൻ എടുത്തിട്ടാണ് നിങ്ങൾ പുറത്തേക്ക് വായുകളെ അല്ല. നിങ്ങൾ അകത്തേക്ക് എടുക്കുന്ന വായു കുറച്ച് ഓക്സിജൻ അന്തരീക്ഷം വലിച്ചത്, തിരിച്ചു കിടക്കുമ്പോൾ കുറച്ച് ഓക്സിജൻ പോകും, അത് കാർബൺ ഡൈ ഓക്സൈഡ് പോകും. പക്ഷേ നിങ്ങൾ കുന്നുപുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനുള്ളിലേക്ക് കിടന്ന വായുവിൽ നിന്ന് മാക്സിമം ഓക്സിജൻ വലിച്ചെടുക്കാൻ വേണ്ടി ധാരാളം RBC ബോഡി ഉണ്ടാക്കും. സോ ദാറ്റ് ബ്ലഡ് വിൽ ബി മോർ റെഡിഷ്. ഇതിന്റെ അഡാപ്റ്റേഷനിലേക്ക് അല്ലേ, അതാണ് പറയാം. നോക്കൂ, in high areas or in hill area, oxygen level will be very low and you will feel physiological stress called altitude sickness such as nausea, fatigue and heart palpitation. ഇതൊക്കെ അനുഭവപ്പെടും. ഇപ്പൊ നിങ്ങൾ 3500 മീറ്റർ മുകളിലുള്ള റോഹ്തങ് പാസ് എന്ന സ്ഥലമാണ് മാനസരോവറിൽ. മാനസരോവർ റോഹ്തങ് പാസ്, നിങ്ങൾ കാശ്മീർ അല്ലെങ്കിൽ കുളു മണാലി പോവുകയാണെങ്കിൽ അവിടെ ഉള്ള ഒരു പ്രത്യേക ഒരു സ്ഥലമാണ് റോഹ്തങ് പാസ്. ഇടയ്ക്ക് അത് അടച്ചിട്ടേക്ക് വരുന്നത്. പട്ടണക്കാർക്ക് സാധിക്കാറില്ല, ചിലപ്പോൾ അനുവദിക്കും, മഞ്ഞൊക്കെ വീഴ്ച കുറവാണെങ്കിൽ അനുവദിക്കും. അവിടെ നിങ്ങൾ പോവുകയാണെങ്കിൽ അത് ഇത് അനുഭവം. മനാലി, ടിബറ്റ്, ചൈനയിൽ ഒരു പ്രദേശമാണ് റോഹ്തങ് പാസ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര അസ്വസ്ഥയായിരിക്കും, കാരണം ഓക്സിജൻ തീരെ കുറവാണ്. അവിടെ അനുഭവപ്പെടുന്ന പ്രത്യേകതയാണ് എന്താണ്? ഹാർട്ട് പാൽപിറ്റേഷൻ. സോ ബോഡി ഇൻക്രീസ് RBC in blood to decrease the partial pressure and increasing the amount of hemoglobin to absorb more oxygen. ചോദ്യം എങ്ങനെയാണ്? People living in hill area has more red color in blood. ഇതാണ് ചോദ്യം. കുന്നുംപുറത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ രക്തത്തിന് ചുവപ്പ് നിറം കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ചോദ്യം ഇതാണ് എഴുതുന്നത്. At that area oxygen is very less and in order to absorb more oxygen blood will increase RBC and hemoglobin. That's why the blood is more reddish. ഇത് നിങ്ങളവിടെ പോയി 2 മാസം താമസിച്ചോളൂ, നിങ്ങളുടെ രക്തം മാറും, നിങ്ങളുടെ ഈ ചിതപ്പ് എല്ലാം മാറുകയും ചെയ്യും. ഇത് നിങ്ങൾ തിരിച്ച് നാട്ടിൻപുറത്ത് വരുമ്പോഴും പഴയലാവുകയും ചെയ്യും. ഇതിന് ബോഡിയിലോട് അഡാപ്റ്റേഷൻ ആണ്. മനസ്സിലായല്ലോ? ഓർത്തുള്ളത്. ഇനി people in hill area with more hemoglobin. ഇനി മെറ്റബോളിസം ഒക്കെ നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഹ്യൂമൻ ബീങ്. നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രിയാണ്. അതിനകത്തുള്ള മെറ്റബോളിസം നിങ്ങളുടെ ബോഡി ചെയ്യത്തുള്ളൂ. നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ 40 ആകുമെന്ന് വെച്ചോളൂ, മെറ്റബോളിസം നിൽക്കും. ബോഡി ടെമ്പറേച്ചർ 60 വെച്ചോളൂ, മെറ്റബോളിസം ചത്തു. ഈ സൺബേൺ, സൂര്യാഘാതം എന്നറിയപ്പെടുന്ന ഒരു അസുഖമാണ്. വെയിലത്തൊന്ന് കഠിനമായി ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ചൂട് കൂടി ആന്തരം കൊണ്ടാണ് പ്രത്യേകത. അത്ര കോമണായിട്ട് വരുന്നില്ല. അവർ കിടന്ന് ചത്തുപോലെ മരിച്ചു. സൺബേൺ എടുത്തോട്ട് കാണാൻ മരിച്ചു. ശരീരത്തിന് ചെറിയ ചെറിയ പൊള്ളലാണ്. ചൂട് കൂടി ചെറിയൊരു പൊള്ളലും പുള്ളിയൊന്നും ചത്തത്. പപ്പടം പോലെ ഒന്നും ആയില്ല വരുന്ന ചത്തത്. ചത്തതിന്റെ കാര്യം 100 ഡിഗ്രി ടെമ്പറേച്ചർ എടുത്ത് പൊള്ളിക്കഴിഞ്ഞല്ല പുള്ളി. പിന്നെ 37 ഡിഗ്രി പ്രവർത്തിക്കുന്ന എൻസൈമാണ് നിങ്ങളുടെ ബോഡിയിലുള്ളത്. 38 ഡിഗ്രി 39, 40 ആകുമ്പോൾ അതിന്റെ പ്രവർത്തനം നിൽക്കും. 50 ഡിഗ്രി ആകുമ്പോൾ എൻസൈം വർക്കിംഗ് നിൽക്കും. ശ്വസനത്തിന്റെ എൻസൈം നിന്ന് കഴിഞ്ഞാൽ ശ്വസനം നിൽക്കാറുന്നില്ല. അതാണ് കാര്യം. അല്ലാതെ ശരീരം പൊള്ളിയൊന്നും അല്ല മരിച്ചു. മനസ്സിലായാലും അത് ഓർത്തോളൂ. ഇനി മൈക്രോബ്സ് ക്യാൻ ലീവ് ഇൻ ഹൈ ടെമ്പറേച്ചർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് തെർമോസിഡോഫൈറ്റ്സ്. അവർക്ക് ഭയങ്കര ടെമ്പറേച്ചർ ജീവിക്കാൻ കഴിയും. അത് ക്യാൻ ലീവ് ഇൻ ഹോട്ട് സ്പ്രിങ്സ് ഇൻ ഡീപ് സീ. 100 മീറ്റർ വരെ 100 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ തിളച്ച വെള്ളം പോകുന്ന ഈ ടെമ്പറേച്ചർ കൂടിയ ഭാഗത്തിൽ അവർ ജീവിക്കാൻ കഴിയും. അങ്ങനെയുള്ള ചിലവയെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. തെർമസ് അക്വാറ്റിക്കസ് എവിടെ പഠിച്ചത്? PCR ബന്ധപ്പെട്ടല്ലേ. അത് ബാക്ടീരിയ ഉണ്ട്. ദേ ക്യാൻ സർവൈവ് ഹൈ ടെമ്പറേച്ചർ. തെർമസ് അക്വാറ്റിക്കസ്. ഇത്തരമുള്ള ജീവികൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവർക്ക് പ്രത്യേക കഴിവുകളുണ്ടായിരിക്കും. ഈ ഹൈ ടെമ്പറേച്ചർ ജീവിക്കാൻ കഴിവുള്ള ചില പ്രത്യേക എൻസൈമുകൾ അവയിലുണ്ടായിരിക്കും.
അതുപോലെ അന്റാർട്ടിക്കൻ ഫിഷ് ക്യാൻ സർവൈവ് ഇൻ എക്സ്ട്രീം കോൾഡ്നെസ്. അത് ഭയങ്കര തണുപ്പിൽ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ബ്ലഡ് കട്ടിയായിരിക്കും, പക്ഷെ അവരുടെ ബ്ലഡ് കട്ടിയാവില്ല. അവിടെ ബ്ലഡിനകത്ത് ആന്റി ഫ്രീസിങ് കെമിക്കൽസ് ആണ്, രക്തം കട്ടിയാവാതിരിക്കാൻ ചില കെമിക്കൽസ് ആണ്. നിങ്ങൾ ചിലപ്പം കാർ ഓടിച്ച് നിങ്ങൾ ഹിമാലയത്തിൽ പോയെന്ന് വെച്ചോളൂ, രാത്രിയോട് കിടന്ന് അതിനോട് കഴിയുമ്പോൾ കാറിന്റെ പെട്രോളല്ല കട്ടിയായിരിക്കും, പിന്നെ വണ്ടി സ്റ്റാർട്ടാകും. അപ്പൊ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന പെട്രോൾ അതൊരു ആന്റി ഫ്രീസിങ് കെമിക്കൽ ചേർക്കും. അതിന്റെ പേര് എത്തിലിൻ ഗ്ലൈക്കോൾ എന്നാണ്. ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്രോള് പിന്നീട് 0 ഡിഗ്രിയിലൊന്നും വെള്ളം ആകത്തില്ല, അല്ലെങ്കിൽ ഐസ് ആകത്തില്ല. അങ്ങനെയൊക്കെയുള്ള കെമിക്കൽസ് ഇത്തരം ജന്തുക്കളുടെ ബ്ലഡിനകത്തൊക്കെ ഉണ്ട് എന്നാ പറയുന്നത് അല്ലെ. ഇനി 100 ഡിഗ്രിക്ക് 100 മീറ്റർ താഴെ കഴിയുന്ന മത്സ്യങ്ങളുണ്ട് കടലിൽ. അവയ്ക്കൊക്കെ ജീവിക്കാൻ കഴിയുന്ന അവയ്ക്കൊക്കെ പ്രത്യേക അഡാപ്റ്റേഷൻസ് ഉള്ളതുണ്ട്, അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് ആണ്. ഓക്കെ, സം ഫിഷ് ക്യാൻ live below 100 meters in the depth, high pressure, but they can survive. Some fish can live in high colder area with anti-freezing chemicals. Some bacteria can survive in high temperature with certain special heat tolerant enzymes, just like we have studied in the thermostat pipes, like thermostat particles. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് പഠിക്കാൻ പോകുന്നത് ബിഹേവിയറൽ റെസ്പോൺസ്. നേരത്തെ പറഞ്ഞു അഡാപ്റ്റേഷൻ മേ ബി ബിഹേവിയർ എന്ന് ഞാൻ പറഞ്ഞു. ബിഹേവിയർ റെസ്പോൺസിനെ കുറിച്ചാണ് പറയാം. അതായത് മരുഭൂമിയിൽ ജീവിക്കുന്നത് ലിസാർഡ് ഉണ്ട്. ലിസാർഡ് ഡെസേർട്ടിൽ ജീവിക്കുന്ന ഒരു ലിസാർഡ് ഉണ്ട്. ചെറിയൊരു പല്ലിയാണ്. ഈ പല്ലിക്ക് വിയർക്കാനും കഴിയില്ല, വിറയ്ക്കാനും കഴിയില്ല. വിയർക്കാനോ പറ്റില്ല, വിറയ്ക്കാനോ പറ്റില്ല. അപ്പൊ രാത്രിയാകുമ്പോൾ ഭയങ്കര തണുപ്പാണ്. അവൻ പാലടയ്ക്ക് കയറിയിരിക്കും. നേരം വെളുക്കുമ്പോഴും തണുപ്പ്, ഭയങ്കര ചൂടായി അല്ലെ. ആദ്യം വെളുപ്പാക്കാലാകുമ്പോഴും തന്നെ തണുപ്പായി. അപ്പൊ വെയിലടിക്കുമ്പോൾ നേരെ ഓടിപ്പോന്നു. അപ്പൊ നിങ്ങൾക്ക് വിയർക്കാനും വിറയ്ക്കാനും കഴിയുന്നതുകൊണ്ടാണ് നിങ്ങൾ എവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് വിയർക്കാനും വിറയ്ക്കാനും കഴിവില്ലാതെ ചൂട് കൂടുമ്പോൾ നിങ്ങൾ നേരെ വെള്ളത്തിലോട്ട് പോയി കിടന്നു. ചൂട് കുറയുമ്പോഴും അടുപ്പും കുഴി പോയി. ഇങ്ങനെ അടുപ്പും കുഴിയും വെള്ളവും മാറി ജീവിക്കാൻ എളുപ്പത്തില്ല. നിങ്ങൾക്ക് വരത്തില്ല, കാണാൻ അസ്വസ്ഥയാണ്. 37 ഡിഗ്രി ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് വിറയ്ക്കാനും കഴിവില്ല, വിയർക്കാനും കഴിവില്ല. നിങ്ങൾ ഈ വെള്ളത്തിനകത്തും അടുപ്പും കുഴിയുമായിട്ട് മാറി മാറി ഇരുന്ന് ജീവിതം തരത്തില്ല. ഇതാണ് ഈ പല്ലിയും ചെയ്യുന്നത്. എനിക്ക് അതേ ഒക്കത്തില്ല, വിയർക്കാനുമില്ല, വിറയ്ക്കാനും ഒക്കത്തില്ല. അവ എപ്പോഴും ഒന്നീ പാറക്കിടയ്ക്ക് പോയിരിക്കും. ചൂട് കൂടുമ്പോൾ ചൂട് കുറഞ്ഞ നേരെ പാറപ്പുറത്ത് വെയിൽ കൊടുക്കും. ബാസ്ക് ഇൻ ദ സൺ ബാസ്ക് എന്ന് പറയുന്നത്. സോ ദേ കനോട്ട് ഹാവ് സ്വെറ്റിംഗ് ഓർ ഷിവറിംഗ് to keep their body temperature, but they want to keep their body temperature constant. So they will take sun bask at a colder time and enter into the shade when overheat. വെയിലത്ത് വന്നിരിക്കും, ചൂടടിക്കും, ബോഡി ചൂടാവും. ഓക്കെ, കൂടുതൽ ചൂടാകുമ്പോൾ തണുപ്പായിരിക്കും. അയ്യോ തണുപ്പ്, ഇപ്പൊ ബോഡി തണുപ്പ്, വീണ്ടും അങ്ങനെ മാറി മാറി മാറിയിരിക്കും. രാത്രി ഭയങ്കര തണുപ്പുള്ള പാറയുടെ ഓടിച്ച് ഇതാണ് ജീവിതം. അപ്പൊ ഈ ഭക്ഷണം നേടാൻ കൊണ്ട് പറയുമ്പോഴേക്കും പറ്റത്തില്ല. പിന്നെ എന്താ ഭക്ഷിക്കുന്നത്? ആ പാറപ്പുറത്ത് വന്നിരിക്കുന്ന ചില ജന്തുക്കളെയും പായലുണ്ടാവും ജീവിക്കും. ഇതൊരു ബിഹേവിയർ റെസ്പോൺസ് അല്ലേ. നോക്കിയോളൂ, ഡെസേർട്ട് ലിസാർഡ് കാൺ ഫിസിയോളജിക്കലി കീപ് ബോഡി ടെമ്പറേച്ചർ, സോ ദേ ബാസ്ക് ഓർ ബാത്ത് ഇൻ ദ സൺ ആൻഡ് മോർ മൂവ് ടു ഷെയ്ഡ് വെൻ ഓവർ ഹീറ്റ്. നോ സെറ്റിംഗ്, നോ ഷവറിംഗ് അല്ലേ. അതാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പഠിച്ചു. സം സ്പീഷീസ് ആർ മോർ മൂവ് ടു ബറോയിങ് ദ സോയിൽ ടു ഹൈഡ് ഫ്രം സൺ ഹീറ്റ്. ചില ജന്തുക്കളുണ്ട് ചൂടിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി അവ മണ്ണിന്റെ അടിയിൽ മാളം ഉണ്ടാക്കി ജീവിക്കും. സോ ഓൾ ദീസ് ആർ അഡാപ്റ്റേഷൻസ്. എല്ലാം തന്നെ ടെമ്പററി ആയിട്ടുണ്ടായ ഹീറ്റ് കൂടുന്നതും അല്ലെങ്കിൽ തണുപ്പ് കൂടുന്നതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ജന്തുക്കൾ കാണിക്കുന്ന അഡാപ്റ്റേഷനാണ്. ഇങ്ങനെ അഡാപ്റ്റേഷൻ ഇല്ലാതെ അവയ്ക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ പോളാർ സീലിന് കട്ടിയുള്ള ഒരു ബ്ലബർ ഇല്ലെങ്കിൽ പോളാർ സീൽ അവിടെ ജീവിക്കത്തില്ല. അപ്പൊ ആ ബ്ലബർ അവയെ ജീവിക്കാൻ സഹായിക്കുന്നത് പോലെ അതാണ്. ഇനി നമുക്ക് പഠിക്കാൻ വേറെ പോപ്പുലേഷൻ. What is population? A group of organisms belonging to same species called population. Group of organisms belonging to same species called population, but they must have inhabited in the same area. പക്ഷേ ഒരു സ്ഥലത്ത് തന്നെ ജീവിക്കണം. അപ്പോൾ കേരളത്തിലുള്ള ആനകൾ ഒരു പോപ്പുലേഷനാണ്. ആഫ്രിക്കൻ ആന വേറൊരു പോപ്പുലേഷനാണ്. അല്ല, ലോകത്തുള്ള എല്ലാ ആനയും ഒരു പോപ്പുലേഷൻ അല്ല. ഒരു പ്രത്യേക പ്രദേശത്ത് ജീവിക്കുന്നത്, പരസ്പരം ഇന്ററാക്ട് ചെയ്ത് ജീവിക്കുന്നത്, ഇണചേർന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന ജീവിവർഗത്തിന്റെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ. അല്ലാതെ ഇന്ത്യൻ ആനയും ആഫ്രിക്കൻ ആനയും ഒരു പോപ്പുലേഷൻ അല്ല, രണ്ട് പോപ്പുലേഷൻ. കാരണം രണ്ട് പ്രദേശത്താണ് ജീവിക്കുന്നത്. പരസ്പരം കാണുന്നില്ല,
ഇണചേരുന്നില്ല, മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, ഇന്ററാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ രണ്ട് പോപ്പുലേഷനാണ്. അപ്പോൾ എ ഗ്രൂപ്പ് ഓഫ് ഓർഗനിസം ബിലോങ് ടു സെയിം സ്പീഷീസ്, ദേ മസ്റ്റ് ഇൻഹാബിറ്റ് ദ സെയിം ഏരിയ, ഇന്ററാക്ടിങ് ആൻഡ് റീപ്രൊഡ്യൂസിങ് ടുഗദർ. അല്ലാതെ ഒരു ഗ്രൂപ്പ് ഓഫ് ജന്തുക്കൾ എവിടെയെങ്കിലും കടന്നാലും പോപ്പുലേഷൻ ആവും. നോക്കൂ, എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ബിലോങ് ടു സെയിം സ്പീഷീസ് പ്രൊഡ്യൂസ്ഡ് ബൈ സെക്ച്വൽ റീപ്രൊഡക്ഷൻ ഓർ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇപ്പോൾ സെക്ച്വൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകണം, ചിലപ്പോൾ അസെക്ഷൽ വഴി ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ചെമ്പരത്തി, അതെല്ലാം അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടായതാണ്. റോസ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാകും. ഇൻഹാബിറ്റിംഗ് സെയിം ഏരിയ ആൻഡ് ഫംഗ്ഷനിങ് ആസ് എ സിംഗിൾ യൂണിറ്റ്, ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കണം. അതിനാണ് നമ്മൾ വിളിക്കുന്നത് ഒരു പോപ്പുലേഷൻ. ഇപ്പോൾ ഒരു പുൽമേടിലുള്ള മൊയിലുകൾ ഒരു പോപ്പുലേഷനാണ്. കേരളത്തിലെ പുൽമേടിലെ മൊയിൽ പോപ്പുലേഷനാണ്, അമേരിക്കയിലെ പുൽമേടിലെ മൊയിൽ വേറെ പോപ്പുലേഷനാണ്. പക്ഷേ അത് അവിടുത്തെ പോപ്പുലേഷൻ ഇതിന്റെ പോപ്പുലേഷൻ. എക്സാമ്പിൾ കോറമാൻസ് ഇൻ വെറ്റ്ലാൻഡ്. ഇത് പറയുമ്പോൾ എക്സാമ്പിൾ പുസ്തകം കൊടുത്തിട്ടുണ്ട്, വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. കോറമാൻസ് ഇൻ വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞാൽ കോറമാൻസ് ഇതൊരു പക്ഷിയാണ്, കാക്കയെ പോലൊരു പക്ഷിയാണ്. ഇത് വെറ്റ്ലാൻഡ്, അത് ചതുപ്പ് പ്രദേശത്ത് കാണുന്ന പക്ഷിയാണ്. നമ്മുടെ കുളക്കോഴികളുണ്ട്, ആ ശാലം തന്നെ കുളക്കോഴി. ഇത് ഇപ്പോൾ ജീവിക്കാം. ഇത് ഉപയോഗിച്ച് അവിടെയുള്ള ആൾക്കാർ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്നത്. കഴുത്തിൽ വള്ളിയെ കെട്ടിയ ശേഷം, കാലിൽ വള്ളിയെ കെട്ടിയ ശേഷം വെള്ളത്തിൽ പിടിച്ച് വെള്ളത്തിൽ അടിയിൽ പോയിട്ട് കുറേ മത്സ്യം എടുത്ത് വീഴുന്നു. എന്നിട്ട് കരയെ കൊണ്ടുവന്ന് ഇതിനെ കുലുക്കി താഴ്ത്തിടും. കുലുക്ക് വായുന്ന മത്സ്യത്തിൽ തുപ്പിയിട്ട് അങ്ങനെ കൊണ്ട്. ഇത് ഇവിടെ കുളക്കോഴി തന്നെയാണ് കോറമാൻസ് ഇൻ വെറ്റ്ലാൻഡ്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ, റാറ്റ്സ് ഒരു പ്രദേശത്തെ എലികൾ, അല്ലെങ്കിൽ തേക്ക് വുഡിന്റെ ഫോറസ്റ്റ്, ഒരു മരം ചെയ്യുന്ന തേക്ക് മരങ്ങളുടെ കൂട്ടം, അല്ലെങ്കിൽ ബാക്ടീരിയന്റെ ടിഷ്യൂ കൾച്ചർ, അല്ലെങ്കിൽ കൾച്ചർ വേണ്ടി കിടന്ന ബാക്ടീരിയ, ഇതെല്ലാം ഒരു ഹാബിറ്റേറ്റിൽ ജീവിക്കുന്നു. അതാണ് പറഞ്ഞത്. അതാണ് ശരിക്കും ഒരു പോപ്പുലേഷൻ. ഇനി ഇതൊക്കെ എങ്ങനെയുള്ളത്? ഡിസ്മൈൻ നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി തന്നെയാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്. കൾച്ചർ മീഡിയത്തിനകത്ത് അല്ലെങ്കിൽ ഒരു മരത്തിലുള്ള മരങ്ങൾ നിങ്ങളൊന്നും നട്ടാം, ഒരു മരത്തിൽ നിങ്ങൾ തേക്ക് മരം നിങ്ങൾ നട്ടാൽ അല്ല. അതാണ്. Then ഇനി population ecology. Population ecology is a study of ecology in connection with the population is called population ecology. Easier. Study of ecology in connection with the relations of population, genetics and evolution. ഇക്കോളജിയെ ബന്ധപ്പെട്ട് ജീവജാലങ്ങളെ ബന്ധപ്പെട്ട് അവയുടെ ജനറ്റിക്സും അതുപോലെ എവല്യൂഷനും ഒക്കെ ചേർത്ത് പഠിക്കുന്ന ഒരു സയന്റിഫിക് ബ്രാഞ്ചാണ് പോപ്പുലേഷൻ ഇക്കോളജി. ഇങ്ങനെ പഠിച്ചോളൂ. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഇക്കോളജി ഇൻ കണക്ഷൻ വിത്ത് റിലേഷൻ ഓഫ് പോപ്പുലേഷൻ, ജനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ. ഒരു ജീവവർഗം അവ എങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു, അവ എങ്ങനെ ഇന്ററാക്ട് ചെയ്തെന്നൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് പോപ്പുലേഷൻ ഇക്കോളജി. പഠിച്ചു വെച്ചത്. ഇനി ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ജനനനിരക്ക് മരണനിരക്ക് വരത്തില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ എന്തു ആദ്യം എത്ര ഉണ്ടായിരുന്നു, ഇപ്പൊ എത്ര ഉണ്ടായിരുന്നു, അതാ നേരത്തെ എത്ര ഉണ്ടായിരുന്നു, ഇപ്പൊ എത്ര കൂടെ ജയിച്ചു, അത് റേഷ്യോ ആക്കി പറയുകയാണെങ്കിലാണ് ബർത്ത് റേറ്റ്. നമുക്ക് എന്താ പറയുന്നത്? നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആഡ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ. അതാണ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആഡ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ. ഇതിന്റെ യൂണിറ്റ് ആയി ഇപ്പൊ നിങ്ങളുടെ പഞ്ചായത്തിൽ ഈ 2020-21 വർഷം 1000 പേരുണ്ടായിരുന്നു. ഓക്കെ, അവിടെ 10 കുട്ടികൾ ജനിച്ചു. അപ്പൊ 10/1000 ആണ് മനസ്സിലായത്. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആഡ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ. നേരത്തെ എത്ര ഉണ്ടായിരുന്നു അതിന്റെ എത്ര ചേർത്ത്. അപ്പൊ ചേർത്ത് 10 ആണ്. നേരത്തെ 1000 ഉണ്ട്. 10/1000 അതാണ് ബർത്ത് റേറ്റ്. അങ്ങനെ വാട്ട് ഈസ് ഡെത്ത് റേറ്റ്? നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് died divided by initial number of population. ശരി. അപ്പൊ ഇതിന് എക്സാമ്പിൾ പറയുമ്പോൾ പുസ്തകത്തിൽ എക്സാമ്പിൾ തന്നിട്ടുള്ളൂ. അതായത് ഒരു കുളത്തിൽ 20 താമരകൾ ഉണ്ടായിരുന്നു. ഒരു കുളത്തിൽ 20 താമര ഉണ്ടായിരുന്നു. 8 അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ 8/20 ആണ് ബർത്ത് റേറ്റ്. 0.4 ആണ് ബർത്ത് റേറ്റ്. ഒരു കുളത്തിൽ 20 താമര ഉണ്ടായിരുന്നു. 8 നമ്മൾ ജനിച്ചു. അപ്പൊ 8/20. അപ്പൊ എത്ര ചേർക്കപ്പെട്ടു? നേരത്തെ ഉണ്ടായിരുന്ന എത്ര ആണ്? Number of individuals added divided by initial number of population. That number of organisms died divided by initial number of population is the death rate. For example, തന്നെ കേട്ടുള്ളൂ. ഒരു ഈച്ചക്കൂട്ടം 40 ഈച്ചകൾ ഉണ്ടായിരുന്നു. 40 ഈച്ചകൾ ഉണ്ടായിരുന്നു. 4 ചത്തു. അവ 4/40 1 അല്ലേ? സോറി, പോയിന്റ്. ഇതാണ് എന്ത് ഡെത്ത് റേറ്റ്. അപ്പൊ ഇത് കാലാവസ്ഥ പറയുന്നത് ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ പറയാം.
ഇതാണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. സെക്സ് റേഷ്യോ 40:60 എന്ന് പറഞ്ഞാൽ ആദ്യത്തത് ഫീമെയിലും പിന്നീട് മെയിലും ആയിരിക്കും. സെക്സ് റേഷ്യോ ഈസ് 60:40 എന്നാണ് പറയുകയാണെങ്കിൽ. ഇപ്പോൾ കേരളത്തിലെ സെക്സ് റേഷ്യോ 60:40 എന്ന് വെച്ചാൽ 60 സ്ത്രീകൾക്ക് 40 പുരുഷന്മാർ എന്ന രീതിയിലാണ് പറയുകയാണെങ്കിൽ. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട, ആദ്യം പറയുന്നത് ഫീമെയിലും പിന്നെ പറയുന്നത് മെയിലും ആയിരിക്കും. ചുമ്മാ പുസ്തകത്തോട് പറയുന്നുള്ളൂ, പരീക്ഷയ്ക്ക് ഇപ്പോൾ ചോദിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇതൊക്കെയാണ് ഇത് നമ്മളിതുവരെ പഠിച്ച കാര്യങ്ങൾ. ഇനി ഇതൊക്കെ ഈസി അല്ലേ? ഇനി അടുത്തത് ഏജ് ഡിസ്ട്രിബ്യൂഷൻ. ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഒരു പോപ്പുലേഷൻ അടുത്ത് പല ഏജിലുള്ള ആൾക്കാരുണ്ടല്ലേ, അതിന്റെ വിതരണം അനുസരിച്ച് നമുക്കൊരു പോപ്പുലേഷൻ വളരുമോ, പോപ്പുലേഷൻ കുറയുമോ, പോപ്പുലേഷൻ സ്ഥിരമായി നിൽക്കുമോ എന്നൊക്കെ പറയാൻ കഴിയും. ഇതാണ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. there are different ഏജ് ഗ്രൂപ്പ്. നിങ്ങളുടെ സമൂഹത്തിൽ ബാല്യത്തിലുള്ള കുട്ടികൾ, കൗമാരത്തിലുള്ളവർ, പിന്നെ യൗവനത്തിലുള്ളവർ, വാർദ്ധക്യത്തിലുള്ളവർ, നമ്മൾ പറയുന്നില്ലേ ഇതുപോലെ പോപ്പുലേഷനകത്തും അവർക്ക് ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ അവരുടെ കൗമാര യൗവനം എന്നല്ല പറയുന്നത്, റീപ്രൊഡക്റ്റീവ് നേച്ചർ വെച്ചിട്ടാണ്. റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ, ഏകദേശം ഒരു 20 മുതൽ ഒരു 10-50 വയസ്സ് വരെയുള്ള ആൾക്കാരെല്ലാം റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പാണ്. അത് കഴിഞ്ഞാൽ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്, റീപ്രൊഡക്ഷൻ കഴിഞ്ഞ അപ്പൂവന്മാർ. ഇനി പ്രീ റീപ്രൊഡക്റ്റീവ് കുട്ടികൾ, റീപ്രൊഡക്റ്റീവ് വിജയത്തിനുള്ള കുട്ടികൾ. അങ്ങനെ 3 ഗ്രൂപ്പായിട്ടാണ് പോപ്പുലേഷൻ ഏജ് ആയിട്ട് തരംതിരിക്കുക. ഏജ് ഗ്രൂപ്പ് വെച്ച് 3 തരംതിരിക്കുക. നമുക്ക് എ പോപ്പുലേഷൻ ഹാസ് 3 ഡിഫറെന്റ് ഗ്രൂപ്പ്. 3 ഗ്രൂപ്പാണ്, 3 ടൈപ്പ്, 3 ഗ്രൂപ്പ്സാണ്. ഒന്ന് പ്രീ റീപ്രൊഡക്റ്റീവ്, റീപ്രൊഡക്റ്റീവ്, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്. ഇങ്ങനെ 3 ഗ്രൂപ്പുകൾ. റീപ്രൊഡക്റ്റീവ്, പ്രീ റീപ്രൊഡക്റ്റീവ്, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്, 3 ഗ്രൂപ്പുകൾ. ഇതായാലും ഇതെല്ലാം പയ്യൻസ്, ഇതെല്ലാം ചെറുപ്പക്കാർ, ഇത് അപ്പൂപ്പന്മാർ. ഓൾഡ് ഏജ് മനസ്സിലാക്കുക, എല്ലാവരും പയ്യന്മാരാണ്, ചെറുപ്പക്കാരാണ് അപ്പൂപ്പന്മാർ. അപ്പൂപ്പന്മാർ റീപ്രൊഡക്റ്റീവ് നഷ്ടപ്പെട്ടു എന്ന സന്ദർഭത്തിലാണ് പറയുന്നത്. ഇപ്പൊ മനുഷ്യന്റെ കാര്യം വിട്ടേ, ജന്തുക്കളെ തന്നെ അടുത്ത തലമുറ ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ, ചെറുപ്പക്കാരുടെ ആൾക്കാർ, കുട്ടികൾ, 3 തരത്തിലേക്ക്. ഇതനുസരിച്ച് നമുക്കിതിന് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഓരോ പോപ്പുലേഷൻ ഒന്നുപോലായിരിക്കും. ചിലപ്പോൾ ചെറുപ്പക്കാർ കൂടുതലായിരിക്കും, ചില അപ്പൂമാർ കൂടുതലായിരിക്കും, ചില കുട്ടികളാരും കൂടുതൽ. ഇതനുസരിച്ച് ഭാവിയിൽ എങ്ങനെ വരുന്നതനുസരിച്ച് നമുക്കിനെ പിന്നെ നമുക്കിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അത് നോക്കാം നമുക്ക്. നോക്കൂ, ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് പറയാൻ കഴിയും നോക്കിയോളൂ. അതായത് ഇത് ഏറ്റവും താഴെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇതല്ലാത്താണ്, ഇത് പ്രീ റീപ്രൊഡക്റ്റീവ് ആണ്. കുട്ടികൾ, ഇത് റീപ്രൊഡക്റ്റീവ്. ഇത് അപൂർവമാരാണ്, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്. ഓക്കെ, ഇപ്പോഴത്തെ അവസ്ഥ ഏതാണ്? ഇപ്പൊ നോക്കിയാൽ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പ്രീ റീപ്രൊഡക്റ്റീവ് കുട്ടികളുടെ എണ്ണം ഒരു 10,000 ഉണ്ടെന്ന് വെച്ചോളൂ. റീപ്രൊഡക്റ്റീവ് ഒരു 9,000, ഇതൊരു 1000 അപ്പൂപ്പന്മാർ, 100 ഇങ്ങനെയുള്ള ആൾക്കാർ. ഒരു 10 വർഷം കഴിയുമ്പോൾ ഇവരെങ്ങനെ ചത്തുപോകും അല്ലേ? സമയത്തില്ല, പിന്നെ ഇവർ രണ്ടുപേരുള്ളൂ അല്ലേ? കാലം കഴിയുമ്പോൾ ആരാണ് ഈ റീപ്രൊഡക്റ്റീവിന്റെ അടുത്ത് ഇത്രയും പ്രീ റീപ്രൊഡക്റ്റീവ് ആണ്. ഇപ്പോൾ 10 വർഷം ഇവരെല്ലാം കാര്യം ആരും റീപ്രൊഡക്റ്റീവായി മാറും. നിങ്ങൾ ഇത് 2 മാസം കമ്പയർ ചെയ്യുക. ഇത് 2 മാസം. ഇപ്പൊ ആരാണ്? ഇത് കുട്ടികൾ. 10 വർഷം കഴിയുമ്പോൾ ഈ കുട്ടികൾ തോന്നുന്നവരാണ് അല്ലേ? ഇവരാരെ? അപ്പൂമാരായി. അപ്പൊ കാലം കഴിയുമ്പോൾ ഈ പോപ്പുലേഷൻ വലുതാവും ചെറുതാകും? വലുതാകും. കാരണം കുട്ടികൾ പ്രീ റീപ്രൊഡക്റ്റീവ് അന്ന് റീപ്രൊഡക്റ്റ് ആവുകയല്ലേ ചെയ്യുന്നല്ലേ? ശരിയല്ലേ? അപ്പോൾ ദിസ് ഈസ് ആൻ എക്സ്പാൻഡിങ് പോപ്പുലേഷൻ. പോസിറ്റീവ് ഗ്രോത്ത് ആണ് എക്സ്പാൻഡിങ് പോപ്പുലേഷൻ. ശരി, മനസ്സിലായില്ലേ? ഇപ്പൊ കുട്ടികളാണ് വരും. 10 വർഷം ഈ കുട്ടികൾ മെച്ചൂരിറ്റി എത്തും, റീപ്രൊഡക്റ്റീവ് ആവും. അപ്പോൾ ഇവയുടെ വലിപ്പം കൂടുകയാണ് ചെയ്യുന്നത്. ഈ പോപ്പുലേഷൻ എക്സ്പാൻഡ് ചെയ്യുന്നത് കൂടുതൽ സന്താനങ്ങൾ ഉണ്ടാക്കേണ്ട കഴിവ് വയ്ക്കും. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ പിന്നീട് റീപ്രൊഡക്റ്റീവ് ആവുക ചെയ്യുന്നത്. അപ്പോൾ എബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. റീപ്രൊഡക്റ്റീവ് ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ എക്സ്പാൻഷൻ പോപ്പുലേഷന്റെ എണ്ണം കൂടും. സോ ദിസ് ഈസ് എ എക്സ്പാൻഡിങ് പോപ്പുലേഷൻ.
പോസിറ്റീവ് ഗ്രോത്ത് എന്നാണ്. പോസിറ്റീവ് ഗ്രോത്ത് എക്സ്പാൻഡിങ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ വിത്ത് ലാർജ് യങ്ങർ ഗ്രൂപ്പ് ഷോ ലാർജർ ഇൻക്രീസ്. കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ പോപ്പുലേഷൻ എണ്ണം കൂടും ഭാവിയിൽ. ശരിയല്ലേ? അപ്പോൾ ദിസ് കാർഡ് ഇൻക്രീസിംഗ് പോപ്പുലേഷൻ അഥവാ എക്സ്പാൻഡിംഗ് പോപ്പുലേഷൻ. ഇത് വേറെ പേരുകളുണ്ട്. ബ്രോഡ് ബേസ്ഡ് പോപ്പുലേഷൻ. ബ്രോഡ് ബേസ്ഡ് പോപ്പുലേഷൻ പഠിക്കാനുള്ളതാണ് വരച്ചത്. ഇനി ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇങ്ങനെയാണെന്ന് വെച്ചോളൂ. 10 വർഷം കഴിയുമ്പോൾ ഇത് തന്നെയായിരിക്കും അല്ലേ? കുറെ കഴിയുമ്പോൾ ഇത് തന്നെയായിരിക്കും. കാരണം ഈ റീപ്രൊഡക്റ്റീവ് ആവുമ്പോഴും എണ്ണത്തിൽ കൂട്ടൊന്നും വരുന്നില്ല. ദിസ് കാർഡ് സ്റ്റേബിൾ പോപ്പുലേഷൻ. സീറോ ഗ്രോത്ത് ആണ്. സീറോ ഗ്രോത്ത്, നോ ഗ്രോത്ത് ഇല്ല. കാരണം റീപ്രൊഡക്റ്റീവിന്റെ എണ്ണോ റീപ്രൊഡക്റ്റീവ് എണ്ണം തുല്യമാണ്. നോ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് പോപ്പുലേഷൻ. കാർഡ് സ്റ്റേബിൾ പോപ്പുലേഷൻ. ഇത് ബെൽ ഷേപ്ഡ് പോപ്പുലേഷൻ എന്ന് വിളിക്കാറില്ല. ബെൽ ഷേപ്ഡ് പോപ്പുലേഷൻ എന്ന് വിളിക്കാറുണ്ട്. പുസ്തകത്തിലില്ല, എന്തോ ഇനി വരുന്നത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ റീപ്രൊഡക്റ്റീവ് കുട്ടികൾ കുറവാണ്. കുറെ കഴിയുമ്പോൾ ഇവിടെ എണ്ണം വീണ്ടും കുറയും അല്ലേ? അപ്പൊ എന്താണ് കാർഡ് ഡിക്രീസിംഗ് പോപ്പുലേഷൻ അഥവാ ഡിക്ലൈനിങ് പോപ്പുലേഷൻ. ഡിക്ലൈനിങ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്തായി? നെഗറ്റീവായി. നെഗറ്റീവ് ഗ്രോത്തായി. ഡിക്ലൈനിങ് പോപ്പുലേഷൻ അഥവാ ഡിക്രീസിംഗ് പോപ്പുലേഷൻ. ഗ്രോത്ത് വിൽ ബി നെഗറ്റീവ്. ഓക്കെ. ഈ 3 പഠനങ്ങൾ മാറി മാറി പഠിക്കണം. ഞാൻ വിട്ടു വരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ 2 മാത്രം കമ്പയർ ചെയ്താൽ മതി. ഇത് വിട്ടേക്ക് അപ്പൂമാരി ചത്തു നിങ്ങൾ പഠിക്കാം. ഇത് കണ്ട് കമ്പയർ ചെയ്യാം എപ്പോഴും. അതായത് കുട്ടികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഇൻക്രീസിങ്, പ്രീ റിപ്രൊഡക്റ്റീവ് എണ്ണം തുല്യമാണെങ്കിൽ സ്റ്റേബിൾ, പ്രീ റിപ്രൊഡക്റ്റീവ് കുറവാണെങ്കിൽ ഡിക്ലൈനിങ് പോപ്പുലേഷൻ. കാലം കഴിയുമ്പോഴൊക്കെ അപ്പൂമാരെ കഴിയുമ്പോൾ ഇത്രയും കുട്ടികൾ വരുള്ളൂ. അപ്പോൾ പോപ്പുലേഷൻ കുറഞ്ഞു വരും. മനസ്സിലായി? ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു കുറച്ച് ആട്ടുകൂട്ടമാണെന്ന് വെച്ചോളൂ. 10 ആട്ടിൻകുട്ടികളും 2 ആടുകളും ഉള്ളൂ എന്ന് വെച്ചോളൂ. കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ 2ആടുകൾ ചത്തുമ്പോൾ ആട്ടുകുട്ടികൾ റീപ്രൊഡക്റ്റീവ് ആവും, പെറ്റ് വിരികൊണ്ടിരിക്കും. ശരി, അത്തരത്തിലൊക്കെ ചിന്തിച്ചെടുത്താൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് വിഷയം ചോദിക്കുന്നത്.